ഭാഷയുണ്ട്, പിന്നെ ദൂതന്മാരുടെ ഭാഷയുണ്ട്. ഒരു സ്വർഗീയ ഭാഷയാണ്. അത് ആർക്ക് മനസ്സിലാകില്ല? മനുഷ്യർക്ക് മനസ്സിലാകില്ല. അതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. ഈ ദൂതന്മാർ സംസാരിച്ച പല സംഭവങ്ങളും നമുക്കറിയാം, ഇല്ലേ? അവിടെ എല്ലാ ദൂതന്മാർ മറിയോട് ഗബ്രിയേൽ ദൂതൻ സംസാരിച്ചു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? മറിയുടെ ഭാഷയിലാണ് സംസാരിച്ചത്. അതുപോലെ പഴയ നിയമത്തിലെ ദാനിയേലിനോട് സംസാരിച്ചിട്ടുണ്ട്, ഹാഗറിനോട് സംസാരിച്ചിട്ടുണ്ട്, ഇല്ലേ? അതുപോലെ ജോസഫിനോട് സംസാരിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ. പിന്നെ പത്രോസിനോട് സംസാരിച്ചു, അബ്രഹാം, ധാരാളം സന്ദർഭങ്ങൾ. അവിടെ എല്ലാം സംസാരിച്ച് ഏത് ഭാഷയിലാണ്? അവരുടെ ഭാഷയിലാണ്. ഇനി ഞാൻ സംസാരിക്കുന്ന ഭാഷ, ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയില്ല, അത് ദൂതൻ്റെ ഭാഷയായതുകൊണ്ടാണ് എന്നൊരാൾക്ക് പറയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്തായി? ഞാൻ സംസാരിക്കുന്ന ദൂതൻ്റെ ഭാഷയാണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ എനിക്കെന്തറിയണം? ഇവരാരെങ്കിലും ദൂതൻ ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും ദൂതൻ്റെ ഭാഷ കേട്ടിട്ടുണ്ടോ? അപ്പൊ കേൾക്കാത്ത, എനിക്കറിയാത്ത, ഞാൻ കേൾക്കാത്ത ഒരു ഭാഷ, അത് ഞാൻ സംസാരിക്കുന്നത് ആ ഭാഷയാണ് എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഈസ്റ്റ് ലേനിയൻ വോയിസ്, ഗുറ്റൻ മോർഗൻ, ഡാൻഡിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഭാഷയാണ്? കാരണം എന്താ? ഇതുകൊണ്ട് അറിയാൻ പറ്റില്ല, നമ്മൾ സംസാരിച്ചില്ല. പക്ഷെ ഇത് ഒരു ജർമ്മൻ പഠിക്കുന്ന കുട്ടിക്ക് മുമ്പിൽ വെച്ച് പറഞ്ഞാൽ കുട്ടി പറയുമ്പോൾ ഇത് പറയും, ഇത് ജർമ്മൻ ഭാഷയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ഒരു ഭാഷ, ഞാൻ ആ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അവകാശം. ഈ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്ന് പറയാനുള്ള കാരണം, ദൂതന്മാർക്ക് ഭാഷയുണ്ടായി, ദൂതന്മാർക്ക് തീർച്ചയായും ഭാഷയുണ്ടായി. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലൂസ് 2 കൊരിന്ത്യർ 14:2 അവിടെ പൗലൂസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പൗലൂസ് അവിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ മനുഷ്യർക്ക് ഉച്ചരിച്ച് കൂടാത്ത. ആ വാക്യം നോക്കി, 2 കൊരിന്ത്യർ 12-ന്റെ 4-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 12-ന്റെ 4-ാമത്തെ വാക്യം. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാതെ പറഞ്ഞു കൂടാത്തതുമായ വാക്കുകളെ അവൻ. അപ്പൊ ഇത് പൗലൂസ് തന്നെയാണ്. പൗലൂസ് എന്ത് ചെയ്തു? 3-ാമത്തെ സ്വർഗ്ഗത്തോളം എത്തി. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെയുള്ള സ്വർഗീയരായ ആൾക്കാരെ എന്ത് ചെയ്തു? കണ്ടു. സ്വർഗത്തിൽ ആരെങ്കിലും. അപ്പോൾ യോഹന്നാൻ വെളിപാട് ദിവസം 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വന്നു. പിന്നെ അതിനുശേഷം അവിടെ കണ്ട 2 ആരാധനകൾ 4-ാം അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും യോഹന്നാൻ പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അവിടുത്തെ ആരാധന രീതിയൊക്കെ, അവിടെ ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെയുള്ള വീണ്ടെടുക്കപ്പെട്ട അവിടെ ആത്മാക്കളെ അവിടെ ആരാധിക്കുന്നു. അതെല്ലാം ആര് കണ്ടു അല്ലെങ്കിൽ കേട്ടു? യോഹന്നാൻ കേട്ടു. അപ്പൊ ഈ ദൂതന്മാർ സംസാരിച്ചത് എന്താണ്? അവിടെ ഭാഷ എന്താണ്? അവിടെ ചെന്നപ്പോൾ പൗലൂസ് കേട്ടു, പക്ഷെ ആ ഭാഷ എന്താണ് എന്നുള്ളത് അത് പറഞ്ഞിട്ടില്ല. പൗലൂസിന് അറിയാൻ പറ്റില്ല. കാരണം അവിടെ പറഞ്ഞ മനുഷ്യർക്കാർക്ക് ഉച്ചരിച്ചു കൂടാതെ. ഇനി നമ്മുടെ യെശയ്യാവിന്റെ പറയുന്ന 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യെശയ്യാവ് എന്ത് ചെയ്തു? ഉസിയാവ് മരിച്ച ആണ്ടിൽ താൻ കണ്ട ദർശനത്തിൽ എന്ത് ചെയ്തു? ദൂതന്മാർ, അല്ലെ? ദൂതന്മാർ എന്ത് ചെയ്തു? ആരാധിക്കുന്ന ആരെണ്ണം വായിക്കും. അവരെ എന്താ പറയുന്നത്? അല്ല, അവർ പറയുന്ന ശബ്ദമുണ്ട്. ആരാധന സ്തുതിയുടെ ചില വാക്കുകൾ പറയുന്നുണ്ട്. യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ചെയ്തു. അപ്പൊ ഇതല്ലാതെ ബൈബിളിൽ എങ്ങും ദൂതന്മാർ അവരുടെ ഭാഷയിൽ മനുഷ്യരോട് സംസാരിച്ച ഒറ്റ സംഭവം പോലും. അതില്ലാതിരിക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് ദൂതന്മാരുടെ ഭാഷയാണ് എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റുകയില്ല. ഇനി 3-ാമത്തെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അബദ്ധം, അന്യഭാഷ എന്ന് പറയുന്നത് പ്രാർത്ഥനാ ഭാഷയാണ്. അന്യഭാഷ എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കുള്ള ഭാഷയാണ്. അങ്ങനെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവായിട്ട് അവരെടുക്കുന്ന വാക്യവും 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കും. അപ്പോൾ ഇവിടെ വാക്യമുണ്ടല്ലോ, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അന്യഭാഷയിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ പൗലോസെങ്കിലും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കുക. ആദ്യത്തെ ഒരു ന്യായം ഇപ്പം നേരത്തെ ബ്രദർ പറഞ്ഞു, ഈ നമ്മൾ ദൈവത്തോട് ഏത് ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഭാഷയിലാണ്. അപ്പം ഞാനൊക്കെ അബദ്ധം കാണിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയാണ്? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം? ലാംഗ്വേജ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്തു, ചില ദിവസങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു വേണ്ട, അത് വേണ്ട. അപ്പം എന്തായിരുന്നാലും നമ്മൾ ഇംഗ്ലീഷ് നമുക്കറിയാമെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് എന്തറിയില്ല. അതുകൊണ്ട് മറ്റൊരു കാരണം, നമുക്ക് ഏറ്റവും ഫ്ലുവൻ്റായിട്ട് വളരെ ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം ഇതാണ് നമ്മുടെ ഭാഷ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈബിൾ സ്കൂളിലെ ഇംഗ്ലീഷിൽ ആണ് അവിടെ ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു, അവിടെ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട്, പിള്ളേരുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ഉടനെ ഒരു അധ്യാപകൻ പറഞ്ഞു, ഞാൻ ക്ലാസ് ഇംഗ്ലീഷ് എടുത്തിട്ട് കുറേ നാളായി, പക്ഷേ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷുമായിട്ടുള്ള ആ കമാൻഡൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ പിള്ളേർ എന്ത് ചെയ്തു, എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. ഞാൻ അല്പം ഏതെങ്കിലും വാക്ക് ഇംഗ്ലീഷിൽ തപ്പുമ്പോൾ ഈ പിള്ളേർ എന്ത് ചെയ്യും, പറഞ്ഞു തന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു തപ്പലുമില്ലാതെ ദൈവത്തോട് സംസാരിക്കാവുന്ന ഒരു ഭാഷയിലാണ്? അതോ നമ്മുടെ ഭാഷയെ സംസാരിച്ചാൽ ദൈവത്തിന് മനസ്സിലാകാതെ വരുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വാക്യമുണ്ടല്ലോ? 1 Corinthians 14 വാക്യത്തിൽ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധി എന്ത് ചെയ്യുന്നു, അഫലമായിരിക്കും. ഈ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറയാം. ഞാൻ ആ ഉദാഹരണം ഇന്നലെ പറഞ്ഞതാണ്. ഈ കേരളത്തിലെ മലയാള ഭാഷ എന്നാ ഉണ്ടായെന്നറിയോ? മലയാള ഭാഷ ഉണ്ടായത് ഈ 800 AD പാലയ മലയാളം എന്ന് പറയും. അതിൻ്റെ പഴയ ഭാഷയുടെ പേര്, മലയാളത്തിൻ്റെ ഭാഷ പാലയ മലയാളം. ഈ എഴുത്തച്ഛനെയാണ് നമ്മൾ ഭാഷയുടെ പിതാവ്, മലയാള ഭാഷയുടെ പിതാവ്. എഴുത്തച്ഛനൊന്നുമല്ല, നമ്മുടെ മിഷന്മാരാണ്. നമ്മുടെ മിഷന്മാരാണ് ഈ മലയാള ഭാഷ ഈ നിലയിലേക്ക് മനോഹരമാക്കുക, അല്ലാതെ എഴുത്തച്ഛനൊന്നുമല്ല. പക്ഷേ ഈ മലയാള ഭാഷ 800-കളിലാണ് രൂപപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. 800-കളിലാണ്. പക്ഷേ അതിന് എത്ര വർഷം മുമ്പാണ് മിഷണറിയായ അപ്പോസ്തലനായ ഈ തോമസ് കേരളത്തിൽ വന്നത്? AD 52. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എങ്ങനെയാ മലയാളം പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഭാഷ ഏതായിരുന്നു? അരാമി ഭാഷ. ഇവിടെ വന്ന് മലയാളം ഉണ്ടായിരുന്നു, മലയാള ഭാഷ ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. ഈ നിലയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. അക്ഷരം കാരണം നമുക്ക് മലയാള ഭാഷ, പഴയ മലയാള ഭാഷ അറിയാമല്ലോ, കണ്ടിട്ടില്ലേ? പഴയ ബൈബിളിലൊക്കെ ഈ സംഖ്യയൊക്കെ നമുക്ക് വായിച്ചാൽ പോലും മനസ്സിലായില്ല, മലയാളമാണെങ്കിൽ പോലും മനസ്സിലായില്ല. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒരു പക്ഷേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ രൂപം പ്രാപിക്കുന്നതിന് മുൻപാണ് തോമസ് ലീഹ ഇന്ത്യയിൽ വന്നത്. അദ്ദേഹം വന്നിട്ട് എന്തായിരുന്നു ചെയ്തത്? ഇങ്ങനെ ആംഗ്യഭാഷ കാണിക്കായിരുന്നു. പിന്നെ അവർ ഇതിലെ തോമസ് ലീഹയുടെ ഭാഷ ഈ നമ്പൂതിരിമാർ പഠിച്ചോ, അതോ ഈ മലയാളിയുടെ ഭാഷ തോമസ് ലീഹ പഠിച്ചോ? റൈറ്റ്. തോമസ് ലീഹ എന്ത് ചെയ്തു? എന്തുണ്ടായിരുന്നു? ഈ കൃപാവരം ഉണ്ടായിരുന്നു. ഏതുവരെയാണ്? തോമസ് ലീഹ മാത്രമല്ല, ഈ മിഷണറിമാരായിട്ട് ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ഈ അപ്പോസ്തലന്മാർ പോയോ അവരെല്ലാം അല്ലാതെ എങ്ങനെ സംസാരിക്കും? എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അവർ പ്രാർത്ഥിച്ചിരുന്നോ? ഇപ്പം തോമസ് ലീഹ 7 പള്ളി സ്ഥാപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും അദ്ദേഹം മിഷണറി പ്രവർത്തനം ചെയ്തു. ഇവിടെ അനേക ആൾക്കാർ എന്ത് ചെയ്തു? വിശ്വാസത്തിലേക്ക് വന്നു, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. അവിടെ ഈ മലയാളം ആരംഭിച്ച ശേഷം, മലയാള ഭാഷ ഉണ്ടായ ശേഷമാണോ, അതോ ഇവരെല്ലാം ഈ അരമായ ഭാഷ പഠിപ്പിച്ച ശേഷമാണോ അവിടെ ആരാധന ആരംഭിച്ചതും പ്രാർത്ഥന ആരംഭിച്ചതും പ്രസംഗം ഉള്ളത്? തോമസ് ലീഹ എന്നാണോ? അപ്പം നമ്മളൊരു വീട്ടിൽ ചെന്നു, ഇപ്പം ഏതെങ്കിലും മറ്റു വ്യത്യസ്ത മാർഗങ്ങളിൽ നിന്നുള്ള ഒരു ഹൈന്ദവ സഹോദരൻ്റെ വീട്ടിലെ, അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസി, ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള വ്യക്തികളെ നമ്മളൊക്കെ അങ്ങനെ പോകാറുണ്ട്, വടക്കേണ്ടിയിലൊക്കെ ചെയ്യാറില്ലേ? ആ വീട്ടിൽ ചെല്ലുമ്പോൾ
നമ്മൾ അവരോട് എങ്ങനെയാണ്? അപ്പം നമ്മൾ വടക്കേണ്ടിയിലൊക്കെ പിടിക്കുന്ന പല സൗരന്മാരും പോകുന്നത്, നമ്മൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുക. എങ്ങനെയാണ് സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? ഒരു നല്ല ശതമാനം ആൾക്കാരും അവരുടെ ഭാഷയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചില്ലേ അവർക്ക് ഇവർ ആരാധിക്കണ്ടേ? ഈ തോമസ് ലീഗ ഇവിടെ ഇത്ര വർഷം അത് മൈലാപ്പൂരിൽ പോയി, അദ്ദേഹം തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചതാണ്. അപ്പൊ മൈലാപ്പൂരിൽ ചെന്നപ്പോഴും അദ്ദേഹം തമിഴിൽ സംസാരിക്കും. മലയാളത്തിലായിരുന്നപ്പോൾ, കേരളക്കരയിലായിരുന്നപ്പോൾ അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കുന്നു. പ്രസംഗം, പ്രാർത്ഥന. അപ്പൊ ഒരു വ്യക്തിക്ക്, അതായത് ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിക്ക് ആ തൻ്റെതല്ലാത്ത ഒരു ഭാഷയിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ, അല്ലെങ്കിൽ ആ ഭാഷ ഉപയോഗിക്കാനുള്ള കൃപ, വരം എന്ത് ചെയ്തു നൽകി. അതെല്ലാ വ്യക്തികൾക്കും ആവശ്യമില്ല, കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പറയാം അതൊക്കെ നമുക്ക് അടുത്ത വിഷയമാണ്. അപ്പൊ ഇത് പ്രാർത്ഥന, അതായത് പക്ഷേ അവർ പ്രാർത്ഥിച്ചത് തോമാസ് ലീഗ ആയിരുന്നാലും, അല്ലെങ്കിൽ ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയ പല മിഷന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ അപ്പോസ്തലന്മാരുണ്ട്. ഈ അപ്പോസ്തലന്മാരൊക്കെ ഏതെല്ലാം ഭാഷ, ഒരിക്കലും അവരെ ഇവിടെ മാത്രമല്ലായിരുന്നു, ഈ പരസ്യത്തിൽ മാത്രം ഒതുങ്ങുകയല്ലായിരുന്നു. കർത്താവ് പറഞ്ഞത് എന്താ? 1:8 വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും പിന്നെ ലോകത്തിനകത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഇത് എൻ്റെ അവിടെ എല്ലാം ഉള്ള ഭാഷകൾ എന്ന് പറയുന്നത് തദ്ദേശീയമായ ഭാഷകൾ. ആ ഭാഷക്കാരുടെ ഇടയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഏത് ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്? അവിടെ ഭാഷയില്ല. അവിടെ ഭാഷയിൽ പ്രാർത്ഥിച്ചില്ല ഇവർക്ക് എന്ത് മനസ്സിലാവും? അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ അബദ്ധം ചെയ്തിട്ട് തിരുവഴുത്തുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഇതങ്ങനെയാണ് എന്ന് നമ്മൾ ഇതിലെ വ്യാഖ്യാനം പ്രാർത്ഥിച്ചിരുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഒരു വ്യത്യസ്ത ഈ അന്യഭാഷാവരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഈ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ 1-2 കുറേ വാക്കുകൾ ഇങ്ങനെ, ഇപ്പം പല സഹോദരന്മാരും, ഞാൻ അത് പരിഹസിക്കുകയാണ് എന്ന് ഒന്നും ചിന്തിക്കരുത്. എൻ്റെ അന്യഭാഷ സത്യമിത്യം എന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്ററിൽ ഞാൻ കേട്ടിട്ടുള്ള എല്ലാ അന്യഭാഷയുണ്ട്. അന്നൊക്കെ വലിയ പ്രയാസമായിരുന്നു അന്യഭാഷ ഒന്നും കേൾക്കാൻ വേണ്ടി. കാരണം ഓടിയിലായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ ഇടയിൽ പോകാം. ഞാൻ അങ്ങനെ പല ചർച്ചകളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് യൂട്യൂബിലോട്ട് കയറി കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള സംഭവമാണ്. ഇപ്പൊ കള്ളൻ, ഞങ്ങളുടെ ഭാഗത്താർത്തൊരു കള്ളം വരെ എന്ത് ചെയ്തു, അവനെ പിടിച്ച് പോലും അമ്മച്ചിയുടെ അടുത്ത് എന്ത് ചെയ്തു, പ്രാർത്ഥിക്കുന്ന അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് അവൻ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് കട്ടോട്ട് പോയത്. അവസാനം എന്ത് ചെയ്തു, ഉണ്ണാമറ്റം, ഞങ്ങളുടെ ഇടത്തുള്ള ഉണ്ണാമറ്റം എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ അവനെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു. ഉടനെ എന്ത് ചെയ്ത് അവനോട് പറഞ്ഞു നീ എങ്ങനെയാ മോഷ്ടിച്ചെന്ന് പറയാൻ പറഞ്ഞു. അവനെന്ത് ചെയ്തു, ആ അന്യഭാഷ ഞാൻ ഇങ്ങനെ അമ്മച്ചിയോട് ചെയ്തു, ഇങ്ങനെയാണ് അന്യഭാഷ പറഞ്ഞത്, അങ്ങനെ എന്ത് ചെയ്തു. അപ്പൊ കള്ളനും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നൊരു വീഡിയോ ഇറക്കിയായിരുന്നു, കള്ളൻ പറഞ്ഞ അന്യഭാഷ മാത്രമാണോ കള്ളം? അതായിരുന്നു ആ വീഡിയോയുടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രാർത്ഥിക്കാൻ, പ്രസംഗിക്കാൻ ഒക്കെ ഈ അപ്പോസ്തലന്മാർക്ക്, ഈ വരമുള്ള വ്യക്തികൾക്ക് അന്ന് ദൈവം എന്ത് ചെയ്തു, ഈ വരം ഉപയോഗം നൽകിയിരുന്നു. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇതാണ് 3ാമത്തെ അഭിപ്രായം. ഈ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തൻ്റെ ഭാഷയല്ലാതെ മറ്റൊരു ഭാഷ ഉപയോഗിക്കേണ്ട ഒരാവശ്യം സാധാരണഗതിയിലില്ല. എന്നാൽ അതേസമയം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടെ പ്രാർത്ഥിക്കാനുള്ള വരം എന്ന നിലയിൽ അന്ന് നൽകപ്പെട്ടിരുന്നു. ഈ ചോദ്യം ഇതാണ്, ഈ അന്യഭാഷ ഇന്നും ഉണ്ടെന്നും ദൈവത്തോട് സംസാരിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അമേരിക്ക, ഓസ്ട്രേലിയ, പല രാജ്യങ്ങൾ, ഇപ്പോൾ ഏതെല്ലാം ഭാഷകളിൽ ഉള്ള സ്ഥലം അവിടെ ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ബ്രദർ ഗൾഫിലുണ്ടായിരുന്നു, പല ആൾക്കാരും വന്നിട്ടില്ല. അവിടെ ഇംഗ്ലീഷാണ് അവിടെ ചർച്ചിലെ അവിടെ ഭാഷ, ഇംഗ്ലീഷിലൂടെയുള്ള ആരാധനയാണ് എങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം എന്ത് ചെയ്യും? ട്രാൻസ്ലേഷൻ. ഞാൻ GPM കൺവെൻഷൻ കൂടിയിട്ടുണ്ട് ബാംഗ്ലൂരിലെ. GPM വലിയൊരു കൺവെൻഷനാണ്.
ഒരാളെ ഇപ്പം സായിപ്പ് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു വേണമെങ്കിൽ സായിപ്പിന് പോയി എന്ത് ചെയ്യുക, ചായ കുടിച്ചിട്ടില്ല, എന്നാലേ ഇവിടുത്തെ പരിഭാഷ കഴിയുള്ളൂ. കാരണം ഇംഗ്ലീഷ് എന്ത് ചെയ്യും, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, മറ്റൊരാൾ എന്ത് ചെയ്യും കന്നഡയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, പിന്നെ ഒരാൾ എന്ത് ചെയ്യും തമിഴിലേക്ക്. 4 ഭാഷകളിലേക്ക് ഈ സായിപ്പിൻ്റെ മെസ്സേജ് എന്ത് ചെയ്യും ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ സായിപ്പിന് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ എന്ത് ചെയ്യാം, പോയി ചായ കുടിച്ചു കഴിഞ്ഞാലും അടുത്ത തന്നെ സാമ്പത്തിക ഇന്ത്യ വന്നാൽ മതി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സായിപ്പിന് അന്യഭാഷ ഉണ്ടല്ലോ, ചീപ്പൻകാർക്ക് അന്യഭാഷയില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ഈ സായിപ്പ് ഈ 3 പേരുടെ പരിഭാഷയുടെ മലയാളിയുടെയും തെലുങ്കിൻ്റെയും അല്ല കന്നഡക്കാരൻ്റെയും അതുപോലെ ഈ തമിഴിൻ്റെയും സഹായത്തോടെ അവർക്ക് അന്യഭാഷ തന്നെ സംസാരിച്ച മലയാളത്തിലോ ഹിന്ദിയിലോ തമിഴിലോ അങ്ങനെ സംസാരിച്ച പോലെ ഇപ്പം മെഷീൻ വെച്ച് ഇപ്പം എന്ത് ഒരു ഡിവൈസ് ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ AI-യിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്തും. ഏത് ഭാഷ ഞാൻ പറഞ്ഞ മനസ്സിലായി? ഓക്കെ. 4-ാമത്തെ കാര്യം, 4-ാമത്തെ അബദ്ധം. അന്യഭാഷ എന്ന് പറയുന്നത് ആത്മപ്രാപണം, ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മനിറവയുടെ എന്നിവയുടെ ഏകവും പ്രത്യക്ഷവുമായിട്ടുള്ള അടയാളം. ഇതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളുടെ ഒരാൾക്ക് ആത്മാവിനെ ലഭിച്ചതിൻ്റെയും ആത്മസ്നാനം പ്രാപിച്ചതിൻ്റെയും ആത്മനിറവ് പ്രാപിച്ചതിൻ്റെയും ആത്മാഭിഷേകം പ്രാപിച്ചതിൻ്റെയും ഏകവും പ്രത്യക്ഷമായിട്ടുള്ള അടയാളമാണ്. പക്ഷേ ഈ വാക്ക് ഏകവും പ്രത്യക്ഷം എന്നുള്ള വാക്ക് ഇപ്പം തിരുത്തിയെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മാസിക നടത്തുന്ന സാംകുട്ടി ചാക്കോ എന്ന അദ്ദേഹം ഒരു ധാരാളം വീഡിയോകളെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഈ കള്ളൻ അന്യഭാഷ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു വീഡിയോ ഈ സാംകുട്ടി ചാക്കോ നിലമൂലെ അദ്ദേഹം ഹല്ലേലൂയ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലെ യൂട്യൂബ് അതിലന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ നമ്മുടെ അന്യഭാഷയെ സംബന്ധിച്ചുള്ള നമ്മുടെ ബന്ധു അതേ IPC-യിലൊരു ഭാഷ നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ അന്യഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ പഠിപ്പിക്കലിൽ ഒത്തിരി പാളിച്ച വന്നിട്ടുണ്ട്. അത് വീഡിയോയിൽ പറയുന്നു, അല്ല എഴുതി വെച്ചുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഏറ്റിക്കുവാക്കലും ഷെയർ ചെയ്യും. എന്നിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നത്, നമ്മളെ പരമ്പരാഗതമായി ചിന്തിക്കുന്ന നമ്മുടെ ഈ ഉപദേശം അന്യഭാഷയെ സംബന്ധിച്ചുള്ള ഉപദേശം തിരുത്തണം. അത് വലിയ പാളിച്ച വന്നിട്ടുണ്ടായി. അതിലൊന്ന് സാങ്കുട്ടി പറഞ്ഞത്, അന്യഭാഷ ഏകവും ആത്മപ്രാപണത്തിൻ്റെ അടയാളമായിട്ട് ഏകവും പ്രത്യക്ഷമായ അടയാളമാണ് എന്നുള്ള ആ ഒരു എന്ത് ചെയ്യണം, ഉപദേശം എന്ത് ചെയ്യണം, നമ്മളെ തിരുത്തണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ സാങ്കുട്ടി ചാക്കോ ഈ ഹല്ലേലൂയയുടെ ആ യൂട്യൂബിലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതെല്ലാം ഈ വിഷയത്തെക്കുറിച്ച്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. വേദവശത്തെങ്ങും ആത്മാവ് പ്രാപിച്ചതിൻ്റെ അടയാളം അന്യഭാഷയാണെന്ന് ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ആത്മാവുണ്ട്, പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല. എല്ലാവരും ആത്മസ്നാനം പ്രാപിച്ചത്, എല്ലാവർക്കും എന്തില്ല, അന്യഭാഷയില്ല. എല്ലാവരും അഭിഷേകം പ്രാപിച്ചത്, എല്ലാവരും നിറവ് ഉള്ളവരാണ്. ആണോ? പറ. എല്ലാവരും പറഞ്ഞേ. എല്ലാവർക്കും ആത്മനിറവില്ല. എല്ലാവർക്കും ആത്മനിറവ് ഇല്ല. അപ്പൊ എല്ലാവരും ആത്മസ്നാനം പ്രാപിച്ചതും എല്ലാവരും ആത്മാഭിഷേകം പ്രാപിച്ചതുമാണ്. എല്ലാവരും അധിവാസമുള്ളവരുമാണ്. പക്ഷേ അതിൻ്റെ അടയാളം എന്തല്ല, ഒരൊറ്റ ഭാഗത്ത് പോലും ഇല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇനി അന്യഭാഷയുടെ യഥാർത്ഥമായ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്നാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത്. അബദ്ധങ്ങൾ ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഈ അന്യഭാഷ, അതിൻ്റെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ, സ്വഭാവങ്ങൾ എന്താണ്. ഒന്ന്, അന്യഭാഷ എന്ന് പറയുന്നത് ലോകത്തിൽ നിലവിൽ ഉള്ള ഭാഷകൾ, ലോകത്തിൽ നിലവിലുള്ള ഭാഷകൾ, വേണമെങ്കിൽ മറ്റൊരു വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വിദേശ ഭാഷകൾ. നമ്മളെ സംബന്ധിച്ച് വിദേശ ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിലുള്ള ഭാഷകൾ എന്ന് പറയാം. കേരളത്തിന് വെളിയിലുള്ള ഭാഷകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോറിൻ ലാംഗ്വേജ്, നമുക്ക് അന്യമായിട്ടുള്ള, നമ്മുടെ മാതൃഭാഷ അല്ലാത്തതും നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ പഠിക്കാത്തതുമായ ഒരു ഭാഷയിൽ സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്ന കഴിവാണ് അത് അന്യഭാഷ വരം എന്ന് പറയുന്നത്. മനസ്സിലായി?
നമ്മുടെ സ്വന്തമല്ലാത്ത ഭാഷ. പിന്നെ മറ്റൊന്ന്, ഇംഗ്ലീഷ് നമ്മുടെ സ്വന്തമൊന്നുമല്ല, പക്ഷെ നമ്മൾ ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ട്. സ്കൂൾ തലം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ്. ഹിന്ദി നമ്മുടെ സ്വന്തം ഭാഷയല്ല, മാതൃഭാഷയല്ല, പക്ഷേ ഹിന്ദി നമുക്ക് അറിയാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പല ഗൾഫിലൊക്കെ ജോലി ചെയ്താൽ അത്യാവശ്യം എന്തറിയാം, അറബി അറിയാം. അപ്പോൾ ആ അറബിയും എന്തല്ല, നിങ്ങളുടെ അന്യഭാഷ അല്ല. അപ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അധ്വാനം കൊണ്ടോ പഠിക്കാത്തതും നമ്മുടെ മാതൃഭാഷയുമല്ലാത്ത ഒരു ഭാഷയിൽ സംസാരിക്കാനുള്ള ദൈവികമായിട്ടുള്ള ദൈവദത്തമായിട്ടുള്ള ആ കഴിവിനെയാണ്, അതിനെയാണ് അന്യഭാഷാ വരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ബൈബിൾ ഒറ്റ സ്ഥലത്ത് പോലും അവ്യക്തമായ ശബ്ദങ്ങൾ അന്യഭാഷയാണെന്ന് പറഞ്ഞിട്ടില്ല. ബൈബിൾ ഒരു സ്ഥലത്ത് പോലും അവ്യക്തമായ, ഈ സാധാരണ എക്സ്റ്റാറ്റിക് സ്പീക്കിംഗ് എന്ന് പറയുക, എക്സ്റ്റാറ്റിക് അതായത് അവ്യക്തമായ, അശരീരി, സ്ഫുടമല്ലാത്ത അങ്ങനെയുള്ള ഒരു ഭാഷ ബൈബിളിലെങ്ങും നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിക്കി വിക്കി പറയുന്ന അതിരങ്ങളാലും അന്യഭാഷകളായാലും ഒക്കെ പറയാം. ഞാൻ ഈ ജനത്തോടെ സംസാരിക്കും, നമുക്ക് വരുന്നുണ്ട് ഒക്കെ ചോദിച്ചുകൊണ്ട് അപ്പം തന്നെ അത് തീർക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ. 14-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 14-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ നോക്കിയേ. അന്യഭാഷകളാലും അന്യന്മാരുടെ അതരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവരെന്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എങ്കിലും അവരെന്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ് 22-ാമത്തെ വാക്യം, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. ആവർത്തന പുസ്തകം നോക്കി 28-ാം അധ്യായം 49-ാമത്തെ വാക്യം. ആവർത്തനം 28-ന്റെ 49-ാമത്തെ വാക്യം നോക്കി. 28-ന്റെ 49. അവർ നീ അറിയാത്ത ഭാഷ പറയും. ഇസ്രായേലിനോട് പറയാ, നീ സംസാരിക്കുന്നില്ല, നീ അറിയാത്ത ഭാഷ അവർ സംസാരിക്കും. അതായത് വരുന്ന ജാതികൾ സംസാരിക്കും. ഇസ്രായേൽ മക്കളോട് പറയും. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ദൈവത്തെ വിട്ടുപോയപ്പോൾ, ദൈവവചനത്തെ ഇസ്രായേൽ ജനം നിരസിച്ചപ്പോൾ, നീ എന്ത് ചെയ്യുക, ഈ ന്യായപ്രമാണത്തിൽ നിന്നും വിട്ടുമാറിയാൽ ഇന്ന ശിക്ഷകൾ നിനക്ക് വരും, ന്യായവിധി വരും. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിലൊരു ന്യായവിധിയാണ് ഏത്, നീ അറിയാത്ത ഭാഷകൾ. ഇനി നോക്കാം, യെശയ്യാവിന്റെ പ്രവചനം എടുത്തേ. യെശയ്യാവിന്റെ പ്രവചനം 22-ാം അധ്യായം 28-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യം നോക്കിയേ. അതാണ് സൗരം വായിച്ചു വാക്യം. വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷകളും. അപ്പൊ ഈ ഭാഗം നമുക്കറിയാം, ഇതും ദൈവം ഇസ്രായേലിനെതിരെ അയച്ച ന്യായവിധിയാണ്. ദൈവജനമായ ഇസ്രായേൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ യെശയ്യാവ് എന്ന ഈ പ്രവാചകൻ സംസാരിക്കുന്നത്. അന്യഭാഷകൾ നമ്മൾ നേരത്തെ വായിച്ചത്, നിങ്ങൾ അന്യഭാഷകൾ കേൾക്കും. 28-ന്റെ 11 മുതൽ വാക്യം. ഈ അസീരിയൻ പ്രവാസം നമുക്കറിയാം. അസീരിയ 721-ൽ അസീരിയൻ രാജാവായ ശൽമനേസറിന്റെ നേതൃത്വത്തിലാണ് വടക്കേ ദേശമായ ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ ചേർന്ന ഇസ്രായേലിനെ അസീരിയക്കാരെ ആക്രമിക്കുന്നു. അസീരിയൻ രാജാവായ ശൽമനേസർ അത് ആക്രമിക്കുന്നു. ഒരു ദിവസം രാവിലെ ഇസ്രായേൽ മക്കൾ എഴുന്നേറ്റ് വന്നപ്പോൾ അവിടെ കയ്യാലപ്പുറത്തും പറമ്പിലും എല്ലാം ചില ആൾക്കാർ നിൽക്കുക, പട്ടാളക്കാർ നിൽക്കുക. അവർ സംസാരിക്കുന്ന മുഴുവൻ ഭാഷ ഏതാണ്? അസീരിയൻ ഭാഷയാണ്. ഇത് കേൾക്കുമ്പം ഇവർക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ ഇസ്രായേൽ മക്കൾക്ക് വല്ല മനസ്സിലാവുമോ? ഒന്നും മനസ്സിലായില്ല. കാരണം പ്രവാചകൻ പറഞ്ഞ വാക്കാണ്, വിക്കി വിക്കി പറയുന്ന
കാരണം ഈ അസീര്യക്കാർ സംസാരിക്കുന്ന അസീര്യ ഭാഷ, ആ ഭാഷ ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം നീ കേൾക്കുമെന്നാ പറയുന്നത്, നീ കേൾക്കും. ഈ ജനത്തോട് എന്ത് ചെയ്യും? ദൈവം പറയുകയാണ്, ഞാൻ വിക്കി വിക്കി പറയുന്ന നാവുകളാൽ, അധരങ്ങളാൽ എന്ത് ചെയ്യും? അന്യഭാഷകളാൽ ഞാൻ ഈ ജനത്തോട് എന്ത് ചെയ്യും? സംസാരിക്കും. അപ്പൊ ദൈവത്തെ മറന്ന ഇസ്രായേലിനെ ന്യായം വിധിക്കാൻ ദൈവം ജാതികളായ അസീര്യക്കാരെ എന്ത് ചെയ്തു? ആ ഭാഗമാണ്, ആ കൊട്ടേഷനാണ് ഇപ്പോൾ അന്യഭാഷ തെളിവായ ഭാഷയാണ് എന്ന് പറയാൻ വേണ്ടി ആരെടുക്കുന്നത്? പൗലോസ് കോട്ട് ചെയ്തത്. നിങ്ങളെ വായി വരുന്നത് കോതയ്ക്ക് പട്ടണം എത്തിയ നിങ്ങൾ പറയരുത്. കാരണം ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഈ യഹൂദനല്ല, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവർ ഈ പടയാളികൾ, പട്ടാളക്കാർ, അസീര്യ പട്ടാളക്കാർ ഇവരുടെ രാജ്യത്തെ ചുറ്റിക്കഴിഞ്ഞപ്പോൾ, കാരണം ഇവിടെ ആക്രമണം ആരംഭിച്ചത്. അങ്ങനെയാണ് 721 എന്ത് ചെയ്തു? ഇവരെ മുഴുവൻ അടിമകളായി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അസൂരിലേക്ക്. ഈ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോഴേ അവിടെ എലീശയുടെ ശിഷ്യൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്ത് കണ്ടു? ആകെ ഉരുണ്ടുപോയി. എല്ലാ സൈന്യം മുഴുവൻ ചെയ്യാ, അരാം സൈന്യം മുഴുവൻ ചെയ്യാ. അവിടെ സംസാരത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ പറയുക, ഈ ജാതി മുഴുവൻ ചെയ്യാ, ഈ അസീര്യക്കാർ മുഴുവൻ ചെയ്തു ഇസ്രായേൽ. അപ്പൊ ദൈവം യഥാർത്ഥത്തിൽ ഈ ഭാഷ കേട്ടപ്പോൾ ഇസ്രായേലിന് എന്ത് മനസ്സിലായി? അല്ലല്ല, ഓക്കെ, ബ്രദറിന്റെ ആൻസർ ശരിയാണ്. പക്ഷെ ഇവിടുത്തെ മനസ്സിലാകേണ്ടത്, ദൈവം ഇവരുടെ മേലെ എന്ത് അയക്കുമെന്നാ പറഞ്ഞത്? ന്യായവിധി. ആ ന്യായവിധി എങ്ങനെ അയക്കും എന്നാ പറഞ്ഞത്? നിങ്ങൾ അതിനോട് അടയാളം എന്താ? നിങ്ങൾ വിക്കി വിക്കി പറയുന്ന നാവുകൾ കേൾക്കുന്നതിനാൽ നിങ്ങൾക്ക് തിരിച്ചറിയാത്ത, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ അല്ലെങ്കിൽ ഭാഷകൾ നിങ്ങൾ ചെയ്യും. ഇതാ മോശയിലൂടെ പറഞ്ഞത്. മോശ പറഞ്ഞത് ഇത് തന്നെയാണ്. നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഭാഷ കേൾക്കും. അപ്പൊ ഇസ്രായേലിൽ അവർക്കെതിരെ ദൈവം അയച്ച ന്യായവിധിയാണ് ഈ ഭാഷ. അന്യഭാഷയല്ല, അവർ സംസാരിച്ചതെല്ലാം അസീസിയക്കാരുടെ ഭാഷയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, പാകിസ്ഥാനിലെ നമ്മൾ ഒരു ന്യായവിധിയോട് പറയാം, നമ്മൾ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അറബി ഭാഷ കേൾക്കും എന്ന് പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് വരുമ്പം അറബിക്കാരും വന്ന് ഈ അറബി പട്ടാളക്കാരെല്ലാം നമ്മുടെ ചുറ്റും, നമ്മുടെ വീടുകൾക്ക് ചുറ്റും വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാവും? ദൈവം പറഞ്ഞ കൽപ്പന ചെയ്തു, ദൈവത്തിൻ്റെ അരുളപ്പാട് ന്യായവിധി ചെയ്തു വന്നു. ഇവിടെ അതാണ് ഇവിടെ സംഭവിക്കുക. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോടെ സംസാരിക്കും. പക്ഷെ അടുത്ത വാക്ക് എന്ന് പറയുന്നത്, അവർ എൻ്റെ വാക്ക് കേൾക്കുകയില്ല, എങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കുകയില്ല. കാരണം അന്യന്റെ ഭാഷ, അവർ സംസാരിച്ച ഭാഷ ഏതാ? ഈ അസീര്യക്കാർ സംസാരിച്ചതും എന്തായിരുന്നു? ഇന്ന് കേൾക്കുന്ന അന്യഭാഷ പോലെ ഭാഷയല്ല. അവർ അന്ന് സംസാരിച്ച അസീര്യൻ ഭാഷ യഥാർത്ഥ ഭാഷയായിരുന്നു, അവരുടെ മാതൃഭാഷയായിരുന്നു. ആർക്ക് അന്യഭാഷയായിരുന്നു? മക്കൾക്ക് അന്യഭാഷയായിരുന്നു. അവരുടെ ഭാഷ ഇവർക്ക് മനസ്സിലായില്ല. കാരണം പറഞ്ഞു, നിനക്ക് മനസ്സിലാവില്ല. അവിടെയും ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്യായിരുന്നു? അനുദപിക്കാമായിരുന്നു. ഇതൊരു അടയാളമാണ്. ദൈവം മുന്നറിയിച്ച, ദൈവം അറിയിച്ച ആ ന്യായവിധി ഇതാ വന്നു കഴിഞ്ഞു. ഈ ഭാഷ കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യണം? അനുദപിക്കണമെന്ന് മാനസാന്തരപ്പെടാണ്. ആ കാര്യം എടുത്തിട്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, ഇതൊരു അടയാള വരമാണ്. എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞിട്ട് ഇത് അന്യഭാഷയാണ്, ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാണ്, ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നതാണ്, ഇത് ദൂതന്റെ ഭാഷയാണ്, ഇത് തീക്കളിയാണ്. അത് തന്നെയല്ല, ഈ കൊരങ്ങന്മാരെ കൊണ്ട് ഇത് ചെയ്യാം, കുട്ടിച്ചോറ് പൊരിക്കുന്ന പരിപാടിയാണ്. ഇത് ചെയ്യരുത്. കഥാ പറഞ്ഞ എല്ലാ പാവവും ക്ഷമിക്കും, പക്ഷെ ഒരു പാവം മാത്രം ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള. ആ പാവം എന്താണെന്ന് മറ്റു വിഷയമായി, പക്ഷെ ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു. ഇത് തിരുവഴുത്ത് മനസ്സിലാക്കി, ഇന്ന് മനസ്സിലായി. ഇന്ന് പല ആൾക്കാർക്കും അവിടെ ഡോക്ടർ CT ലൂയിസ് കുട്ടിയൊക്കെ അത് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പ്രസിഡന്റ്, അതുപോലെ ന്യൂ ലൈഫ് ബൈബിൾ കോളേജിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ്,
അദ്ദേഹം എനിക്ക് അതെ AG ചർച്ച് ബാംഗ്ലൂരിലെ പ്രസിദ്ധമായ ഒരു ബൈബിൾ കോളേജാണ് ന്യൂ ലൈഫ് ബൈബിൾ കോളേജ്. ഡോക്ടർ ജോൺ താന്നിക്കൽ എന്ന് പറയുന്ന ദേവദാസനാണ് അതിൻ്റെ സ്ഥാപകൻ. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. എനിക്കൊന്ന് 10-80 വയസ്സാണ്. അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, എഴുതിയൊരു പുസ്തകമുണ്ട്. ഇംഗ്ലീഷിൽ അത് പ്രസിദ്ധിച്ചു, മലയാളത്തിൽ എൻ്റെ പുസ്തകം, എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധിച്ച ബന്ധുക്കൂസരാണ് EDS പബ്ലിക്കേഷനിൽ NM രാജു, നെടുമ്പുറത്ത് ഫൈനാൻഷ്യൽ, നിങ്ങൾക്കറിയാം, പൊട്ടിപ്പോയി അവരാണ്. അപ്പം അവർ തന്നെയാണ് ഈ പുസ്തകം, അതായത് ഹോളി സ്പിരിറ്റ് ആൻഡ് അപ്പീൽ ഫോർ മച്യൂരിറ്റി, അതാണ് ഡോക്ടർ ജോൺ താന്നിക്കലിൻ്റെ പുസ്തകത്തിൻ്റെ ഹോളി സ്പിരിറ്റ് ആൻഡ് അപ്പീൽ ഫോർ മച്യൂരിറ്റി. എന്നിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരുവല്ലയിൽ തന്നെ റീഡേഴ്സ് പബ്ലിക്കേഷൻസ് അത് പ്രസിദ്ധീകരിച്ചു. പരിശുദ്ധാത്മാവെ പക്വതയ്ക്കുള്ള ആഹ്വാനം, പരിശുദ്ധാത്മാവ് പക്വതയ്ക്കുള്ള ആഹ്വാനം. ഇത് എഴുത് അന്യഭാഷ പറയാത്ത, അന്യഭാഷ വചനാനുസൃതമല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല, പഠിപ്പിക്കുന്നവരല്ല. ബന്ധുക്കുസാരനായ പിതാവ് മാതാവൊക്കെ ഈ ചർച്ച അസോസിയേഷൻ സ്കൂളിലെ ശുശ്രൂഷകരായ. ലോക സമ്മേളനമുണ്ട് എല്ലാ വർഷവും അമേരിക്കയിലെ യെരുശലേമിൽ. ആ ലോക പെന്തക്കോസ്ത് സമ്മേളനത്തിൽ എല്ലാ വർഷവും ഇന്ത്യയുടെ പ്രതിനിധിയായ ഒരു കാലഘട്ടത്തിൽ പോയിരുന്ന ആളെ ഈ ഡോക്ടർ ജോൺ താന്നിക്കൽ, അദ്ദേഹം ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളോട് പറയല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോട് പറയാം, നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ത് ചെയ്യണം? പക്വതയുള്ളവരാണ്, മച്ചുവർ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എനിക്ക് തോന്നിയ ഒരു 10-20 വർഷം മുമ്പാണ് എനിക്ക് ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചത്. ഇന്നും എൻ്റെ കൈവശമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കിലാണ്, കഴിഞ്ഞ 35 വർഷമായി ഞാൻ ഒരു സഭയുടെ പാസ്റ്ററാണ്. എൻ്റെ പിതാവും മാതാവും സഭയുടെ ശുശ്രൂഷരായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ഒരൊറ്റ അന്യഭാഷയിൽ ഞാൻ എന്നും ഇതുവരെയും എത്തിയില്ല. ഭയങ്കര പൊള്ളൊന്നും ഉണ്ടാക്കിയ പുസ്തകം. അദ്ദേഹത്തിനെതിരെ വലിയ ഭീഷണികൾ വന്നു പെന്തക്കോസ്ത് സമൂഹത്തിന്. പക്ഷേ ഇത് ചെയ്തു, അവസാനം അല്പം ഇളകിയിട്ട് അദ്ദേഹം പിന്നെ ഒരു തിരുത്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ എല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് തിരിയും. അദ്ദേഹം പിന്നെ തിരുത്തി, പുസ്തകത്തിലല്ല, കാരണം അവരുടെ സമൂഹത്തിൽ നിൽക്കണം. ഇവർക്കെന്നറിയാം ഇത് തെറ്റായ ഒരു കാര്യം. ഈ നമ്മൾ ചിന്തിച്ചത് അന്യഭാഷ എന്ന് പറയുന്നത് വിദേശ ഭാഷകളാണ്. അതിൻ്റെ ചില തെളിവുകൾ കൂടെ ഞാൻ കൊടുക്കുക. അപ്പോസ്തലപ്രവൃത്തി 2:4-11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഇന്നലെ നമ്മളത് ചിന്തിച്ചതാണ്, പക്ഷേ ഈ സന്ദർഭത്തിൽ അത് പറയേണ്ടത് ആവശ്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഗ്ലോസ, അവിടെ ഭാഷകൾ എന്നതിൽ ഉപയോഗിച്ചത് ഗ്ലോസ എന്ന വാക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞത് എനിക്ക് 50 തവണ ഈ ഗ്ലോസ എന്ന ഈ ഗ്രീക്ക് വാക്ക് പറയാം 50 തവണ, അതിൽ 33 തവണ ഗ്ലോസ എന്ന വാക്ക് ലാംഗ്വേജ്, അതായത് ഭാഷ എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭാഷ 50-ലെ 33 തവണ ഗ്ലോസ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്നറിയോ? മനുഷ്യർ ഭാഷകൾ, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ എന്ന അർത്ഥം. ഒരിടത്ത് പോലും അവ്യക്ത ശബ്ദങ്ങൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വാക്ക് എക്സ്റ്റാറ്റിക് സ്പീച്ചിങ് ആണ്, എക്സ്റ്റാറ്റിക്, അതായത് അവ്യക്തമായ ആശയരീതി, അങ്ങനെയൊരു പ്രയോഗം ആ ആശയത്തിൽ ഈ ഗ്ലോസ എന്ന വാക്ക് ഒരിടത്ത് പോലും ഉപയോഗിച്ചില്ല. 2-6 വാക്യം നോക്കുകയും 2-6 വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, താന്താൻ്റെ ഭാഷയിൽ ഇൻ ഹിസ് ഓൺ ടങ്സ്, അല്ലെങ്കിൽ ഇൻ ഹിസ് ഓൺ ലാംഗ്വേജ്, തൻ്റെ ഓരോ വ്യക്തികളുടെയും, ഇപ്പം ഏതെല്ലാം രാജ്യത്തു നിന്ന് വന്നോ അവിടെ ഭാഷകൾ ഏതായിരുന്നോ ആ ഭാഷകളിലാണ് ആര് സംസാരിച്ചത്? ഈ സ്ത്രീകന്മാർ സംസാരിച്ചത്. 2-8 വാക്യം നോക്കി. 2-8 വാക്യം അവിടെ പറയുന്നത് നോക്കി, 2-8, നാം ഓരോരുത്തൻ ജനിച്ച, ആ വാക്ക് ശ്രദ്ധിക്കണം, നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ ഭാഷ എന്ന് മാത്രമല്ല, നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷ. ആ വാക്ക്, ഈ സ്വന്തം ഭാഷ എന്നത് ഉപയോഗിച്ചത് ഡയലക്ടോസ് എന്ന വാക്കാണ്. ഡയലക്ടോസ് എന്ന ഗ്രീക്ക് വാക്കാണ്. ആ വാക്കിൽ നിന്നാണ് ഡയലക്റ്റ് ഉണ്ടായത്. ഡയലക്റ്റ്, DIALECT, ഡയലക്റ്റ് ഉണ്ടായത്. ആ ഡയലക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം
ഭാഷാഭേദം. നമ്മൾ പറയും നാട്ടുഭാഷ എന്ന് പറയാറില്ല, ഭാഷാഭേദം. അപ്പൊ വ്യത്യസ്തങ്ങളായ ഭാഷകളാണ് ആര് സംസാരിച്ചത്? ഈ അപ്പോസ്തലന്മാർ സംസാരിച്ചത്. അതല്ലാതെ ഏതെങ്കിലും ഇന്ന് കേൾക്കുന്ന പോലെയുള്ള എല്ലാ രാജ്യത്തിലുമുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ചില അക്ഷരങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരക്ഷരം, ഞാനിത് പഠിച്ചതിലെ ഇതിലൊരു വാക്ക് അല്ലെങ്കിൽ ഒരു അക്ഷരം ആവർത്തിക്കുന്നുണ്ട്. ചില ചില്ലക്ഷരങ്ങൾ എല്ലാ സമൂഹങ്ങളിലെ അന്യഭാഷകളെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളിത് നോക്കും, നിങ്ങൾ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. ഈ അന്യഭാഷകളെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ഓതേഴ്സ് ഓഫ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇതേക്കുറിച്ചുള്ള വലിയൊരു പഠനമാണ്. അതിലൊക്കെ അവിടെ ഈ ലിംഗ്വിസ്റ്റിക്, അതായത് ഭാഷാ വിദഗ്ധന്മാരായ ആൾക്കാരുടെ കയ്യിൽ ഈ അന്യഭാഷകൾ റെക്കോർഡ് ചെയ്തിട്ട്, അവരെ വിശ്വാസമൊന്നുമല്ല, അവരാരും ബാപ്റ്റിസ്റ്റുകാരോ ബന്ധുക്കോസോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാത്ത ആൾക്കാരല്ല, അവർ ഭാഷാ ശാസ്ത്രജ്ഞന്മാരാണ്. അവരിൽ പലർക്കും 6000-ഓളം ഭാഷകൾ പറയുകയും ചെയ്യാം, കാണാതറിയില്ല. പക്ഷേ ഇത് ഏത് ഭാഷാ ഗോത്രമാണ്? ഇപ്പോൾ ഉദാഹരണമായി നമ്മുടെ മലയാള ഭാഷ, തമിഴ് ഭാഷ, കന്നഡ ഭാഷ, ഇതൊക്കെ ഒരു ഗോത്രമുണ്ട്. ഏത് ഭാഷ ഗോത്രമാണ്? സംസ്കൃതമല്ല, ദ്രാവിഡ. അപ്പൊ നമ്മുടെ ഈ ഭാഷകൾ, അതായത് തെക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഭാഷകളെല്ലാം ഒരു ഗോത്രത്തിലാണ്, അതായത് ഭാഷാ ഗോത്രം എന്ന് പറയും. നമ്മുടെ മനുഷ്യന്റെ ജാതികൾ ഉള്ളതുപോലെ ഗോത്രമുള്ളതുപോലെ എന്തിനാ ഭാഷയ്ക്ക് എന്തുണ്ട്? ഗോത്രമുണ്ട്. ആ ഭാഷകൾ ഇതിന്ന ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് എന്ന് പറയാനുള്ള കഴിവുകൾ എന്ത് ചെയ്യുക? ഈ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ഭാഷാ വിദഗ്ധന്മാരുണ്ട്. അവരെ എന്ത് ചെയ്യുക? ഈ ഭാഷകൾ റെക്കോർഡ് ചെയ്ത് അവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ആ എഴുത്തുകാരൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണമാണ് ഈ ഓതേഴ്സ് ഓഫ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഓതേഴ്സ് ആശയക്കുഴപ്പത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയുണ്ടായി. അതിലൊക്കെ അദ്ദേഹം പറയുന്നത് ലോകത്തിലെ എല്ലാ വൻകരകളിൽ ഏതു സമൂഹങ്ങളിൽ ചെന്നാലും അവിടെയെല്ലാം എന്തുണ്ട്? ഇന്ന് കേൾക്കുന്ന നിലയിലുള്ള അന്യഭാഷകളുണ്ട്. ഇന്ന് കേൾക്കുന്ന അന്യഭാഷ എന്ന നിലയിൽ ഇന്ന് കേൾക്കുന്ന ഈ കാര്യങ്ങളുണ്ട്. വേദവശത്തിലെ അന്യഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഇന്ന് കേൾക്കുന്ന അന്യഭാഷകൾ എന്ന പോലെയുള്ള ഭാഷ, അത് വ്യക്തമായ ഭാഷയാണ്. അത് പ്രവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. 2-ലും 10-ലും 19-ലും നമ്മൾ വായിക്കുന്നു. അതുപോലെ 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും 14-ാമത്തെ വാക്യത്തിലും ഗ്ലോസ വായിക്കുന്നു. അവിടെ എല്ലാം ഗ്ലോസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കൂടെ ഉണ്ടോ? 2-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനക്കാരും 19-ാം അധ്യായത്തിൽ എഫെസോസിലെ ഈ 12 ശിഷ്യന്മാരും 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളിൽ കൊരിന്ത്യയിലെ വിശ്വാസികളും എല്ലാം സംസാരിച്ചത് ഭാഷയാണ്. ഗ്ലോസ എന്ന് പറഞ്ഞാൽ ഭാഷ, മനുഷ്യരുടെ ഭാഷ, നിലവിലുള്ള ഭാഷ. അവിടെ എങ്ങും ഈ പ്രയോഗം എതിരാ അവ്യക്ത ഭാഷകൾ, തിരിച്ചറിയാത്ത ഭാഷകൾ, മനുഷ്യരുടെ അല്ലാത്ത ഭാഷകൾ, അങ്ങനെയുള്ള ഒരു പ്രയോഗമേ ഇല്ല. എല്ലായിടത്തും ഗ്ലോസ എന്ന വാക്ക് ഇത് പഴയ നിയമം എബ്രായ ബൈബിളിന്റെ ഗ്രീക്കിലേക്കുള്ള പരിഭാഷയുണ്ട്. അതിനെ വിളിക്കുന്നതാണ് എന്ത്? സെപ്റ്റുജന്റ് എന്ന് വിളിക്കുന്നത്. സെപ്റ്റുജന്റ്, അതായത് എബ്രായ ബൈബിളിലെ 39 പുസ്തകത്തെ ഗ്രീക്കിലേക്ക് എന്ത് ചെയ്തു? ടോളമി എന്ന രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം 70 പണ്ഡിതന്മാരെ വെച്ച് എന്ത് ചെയ്തു? ഈ എബ്രായ ബൈബിൾ പഴയ നിയമം എന്ത് ചെയ്തു? ഗ്രീക്ക് ഭാഷയിലേക്ക് എന്ത് ചെയ്തു? അദ്ദേഹം വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് ഇതെല്ലാം ഇന്നത്തെ ഇംഗ്ലീഷ് പോലെ അന്നത്തെ ജനകീയമായ ഒരു ഭാഷയായിരുന്നു ഏത്? ഗ്രീക്ക് ഭാഷ. ഗ്രീക്കിലേക്ക് എന്ത് ചെയ്തു? പരിഭാഷ. ആ പരിഭാഷയിലും ഏത് വാക്ക് വന്നിട്ടുണ്ട്? ഗ്ലോസ വന്നിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഭാഷ എന്ന വാക്കുണ്ട്. ഭാഷ കലക്കി നമ്മൾ വായിക്കുന്നുണ്ട്. ഭാഷ കലക്കി ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന ബാബേൽ പോലുള്ള ഭാഷകൾക്ക് അവിടെയും ഭാഷ ഏതായിരിക്കും? ഗ്രീക്ക് ബൈബിളിലാണെങ്കിൽ ഗ്രീക്ക് സെപ്റ്റുജന്റ് ബൈബിൾ നോക്കിയാൽ അതിൽ ഏത് വാക്ക് കാണും? ഗ്ലോസ കാണും. ഗ്ലോസയുടെ അർത്ഥം എന്താ? അല്ല, ഭാഷ, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ. അല്ലാതെ ഗ്ലോസയ്ക്ക് ഏതർത്ഥമില്ല. അവ്യക്ത ശബ്ദമെന്ന ഒരർത്ഥം. നമ്മളെവിടെയെല്ലാം ഗ്ലോസ കാണുന്നുണ്ടോ അതെല്ലാം മനുഷ്യരുടെ ഒന്ന്
വൈദേശിക അല്ലെങ്കിൽ അന്യമായിട്ടുള്ള ഭാഷകളായിരുന്നു. 2, അന്യഭാഷകൾ എല്ലാ വിശ്വാസികൾക്കും ഉള്ളതായിരുന്നില്ല. അന്യഭാഷാപരം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അന്യഭാഷയുടെ ഗുണമാണ്, അതായത് അതിൻ്റെ പ്രത്യേകതകളാണ് ചിന്തിക്കുന്നത്. ആദ്യം ചിന്തിച്ചെന്താ? അന്യഭാഷ എന്ന് പറയുന്നത് വിദേശ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ വരമാണ്. രണ്ടാമത്തെ കാര്യം, അന്യഭാഷകൾ എല്ലാ വിശ്വാസികൾക്കും ഉള്ളത് അല്ല. അന്യഭാഷാപരം അല്ലെങ്കിൽ അന്യഭാഷകൾ എല്ലാ വിശ്വാസികൾക്കും ഉള്ളതല്ല. 1 കൊരിന്ത്യർ 12 എത്രാമത്തെ വാക്യം? 30-ാമത്തെ വാക്യം. നമ്മളെടുത്ത് ഇനി വായിക്കണ്ട, നമ്മൾ വായിച്ചതാണ്. വരങ്ങളെ വാഞ്ചിപ്പിക്കും. വായിച്ച് 14-ാം അധ്യായം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പിക്കും. ഈ 14-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ പോലും നാം വാഞ്ചിക്കേണ്ടത്, നാം ആഗ്രഹിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വരമാണ് അല്ല. 2 വരമാണ് ഇവിടെ പറയുന്നത്. 14-ാം അധ്യായം 2 വരത്തിന്റെ ഉപയോഗമാണ് പറയുന്നത്, അതിന്റെ നിർദ്ദേശങ്ങളാണ് പറയുന്നത്. അതിനകത്ത് ഏത് വരമാണ്? അല്ല, പ്രവചനം. വിശേഷാൽ. കാരണം അത് ഏറ്റവും ആഗ്രഹിക്കേണ്ടത് ഏത് വരമാണ്? പ്രവചനപരമാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഏത് വരമാണ്? വായിക്കാം. 6-ാമത്തെ വാക്യം. 6 മുതൽ വാക്യം. നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടത് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വഴിവൻ. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? എന്നിട്ട് താൻ പറയുകയാണ്, കുഴല്, വീണ എന്നിങ്ങനെ നാദഭേദം കൊടുക്കുന്ന നിർജ്ജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഉദിതോ വീട്ടിതോ എന്നത് എങ്ങനെ അറിയും? എന്നിട്ട് പറയാ, കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും. 9-ാം വാക്യം ശ്രദ്ധിച്ചേ. അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിച്ചത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾക്ക് ആത്മനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ. 10-ാം വാക്യം. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും പിന്നെ ഞാൻ ഭാഷ അറിയാൻ ഞാൻ സംസാരിക്കുന്നു, ഞാൻ ബർബരൻ എന്ന് വരും. അപ്പൊ ഇവിടെ പൗലോസ് എത്ര വ്യക്തമായി പറയുന്നു, അന്യഭാഷകൾ, നിങ്ങൾ സംസാരിക്കുന്ന അന്യഭാഷ തെളിവുള്ളതായിരിക്കണം. നമുക്ക് വാഞ്ചിക്കാം. 1 തിമോത്തിയോസ് 3-ന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ബ്രദറെ, ഈ അന്യഭാഷ എന്ന് പറയുന്നത് അവസാനം പറയുന്നത് 39-ാമത്തെ വാക്യത്തിൽ പറഞ്ഞെന്താ? പ്രവചനം വാഞ്ചിപ്പീൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. കാരണം ഇത് പ്രയോജനമുള്ള വരമാണ്. ഈ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്ക് ഏതാ? അപ്പൊ എന്താ ചെയ്യട്ടെ? സഭയുടെ ആത്മീയ വർദ്ധനയ്ക്ക് എന്ത് ചെയ്യണം? അല്ല, ഈ വരങ്ങൾ ഉപയോഗിക്കണം. അതിൽ അന്യഭാഷ പറയുമ്പോൾ എന്ത് ചെയ്യണം? അല്ലല്ല, വിലക്കൽ. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലേ? അല്ലല്ല, ക്ലിയർ ലാംഗ്വേജ് ആയിരിക്കണം. വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? മിണ്ടരുത്. അപ്പൊ അതായത് അന്യഭാഷ എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന ഭാഷ, ദൈവാത്മാവ് നൽകിയ ഭാഷ, പല സഹോദരങ്ങൾക്കും അപ്പോസ്തലന്മാർക്കും ലഭിച്ച ഭാഷ. ഇതൊരു അടയാള ഭാഷയാണ്. കാരണം ഇത് പ്രയോജനമുള്ള ഭാഷയാണ്. പറയാം, ഇത് കഴിയട്ടെ, പറഞ്ഞു പറയാം. അപ്പൊ ഈ ഭാഷ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വളരെ ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചിന്തിച്ചു. ഇത് അടയാളമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണെന്നുള്ള അടയാളമല്ല, ഒരു അവിശ്വാസിക്ക് ഇത് അടയാളമായി. എന്താ കാരണം? ആ അടയാളമല്ലേ ഈ 3000 പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ അന്യഭാഷ പറഞ്ഞതല്ലേ സത്യത്തിൽ ഈ 3000 പേർ രക്ഷിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അന്യഭാഷയാണ്. അവിടെ നടന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തി, ഈ രോഗശാന്തികളാണ് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്.
ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഈ ശമരിയരെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ശമരിയക്കാരെ, എടാ ഈ ശമരിയർക്കും രക്ഷയുണ്ട്, അവർക്കും ആത്മാവ് ലഭിച്ചു. അതെങ്ങനെയാ ഈ പത്രോസിനോട് കൂടെ ഈ യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ, അതുപോലെ പത്രോസും യോഹന്നാനും എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ഇന്നലെയൊക്കെ ലളിതമായി പറഞ്ഞതാ. ഇത് അന്യഭാഷ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പറയാം, അന്ന് ഈ ശമരിയിൽ ഇവർക്ക് ആത്മാവ് ലഭിച്ചപ്പോൾ, ഇവർ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഇവർക്ക് ആത്മാവ് ലഭിച്ചിരുന്നുവെങ്കിൽ പറയാം, അവർ അന്യഭാഷ അതായത് അവിടെ ഒരു അടയാളം ഉണ്ടായില്ലായിരിക്കും. അതുപോലെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ, അത് നമ്മൾ ഇന്നലെ വിശദമാക്കി, കൊർന്നേലിയോസിന്റെ വീട്ടിൽ ഈ പത്രോസിനോട് കൂടെ വന്ന സഹോദരന്മാർ ഈ പുറജാതികളെ അംഗീകരിക്കാൻ കാരണം എന്താ? യെരൂശലേമിലെ മൂപ്പന്മാർ പത്രോസ് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു. നമുക്കും എന്ത് ചെയ്തു? ഈ ജാതികൾക്കും രക്ഷ ലഭിച്ചു എന്നത് സമ്മതിക്കാൻ കാരണം എന്താ? ഈ അന്യഭാഷ. അപ്പൊ അന്യഭാഷയും ഈ പ്രവചനവും അതുപോലെ ഈ രോഗശാന്തിയും ഈ വീര്യപ്രവർത്തനവും ഒക്കെയാണ് പത്രോസും യോഹന്നാനും അതാ പറഞ്ഞത് ജനത്തോട്. ഈ മുടന്തിന്റെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളിത് ഞങ്ങളെ നോക്കണ്ട, ഇത് ഞങ്ങളുടെ അത്ഭുതമൊന്നുമല്ല, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇവൻ നടന്നത്, അദ്ദേഹമല്ല. രണ്ട് അന്യഭാഷ വീര്യപ്രവർത്തികളും രോഗശാന്തിയും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അന്യഭാഷയോട് വളരെ ബന്ധമുള്ള മറ്റൊരു വരമുണ്ടായിരുന്നു. ഏത് വരവാ? വ്യാഖ്യാനം. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കണം. 26-ാമത്തെ വാക്യം 26-ാമത്തെ വാക്യം ആകെ 14. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തര് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കട്ടെ. ഇല്ലേ? അങ്ങനല്ലേ? സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. ഇതാണ് ഈ കുരിന്തിര സഭ. ഇതെന്തിനാണ് ഈ കുരിന്തിര സഭയിൽ ഇത് വ്യാഖ്യാനിക്കേണ്ടത്? എന്തിനു വേണ്ടിയായിരുന്നു? അപ്പൊ അങ്ങനെയാണെങ്കിൽ യെരൂശലേമിൽ വ്യാഖ്യാനിച്ചോ? പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ വ്യാഖ്യാനിച്ചോ? അത് വ്യാഖ്യാനിക്കട്ടെ. എന്തുകൊണ്ട്? അവിടെ ഭാഷയെ സംസാരിച്ചു. വ്യാഖ്യാനപരം ചിലർക്ക് നൽകി, ചില ആൾക്കാർക്ക് എന്ത് നൽകി? അന്യഭാഷാപരം നൽകി. എനിക്ക് അന്യഭാഷാപരമുണ്ടെങ്കിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാനല്ല വ്യാഖ്യാനിക്കേണ്ടത്. ഇവൻ പത്തനാപുരത്ത് വന്ന അല്ലേ? പത്തനാപുരത്ത് വന്ന സഹോദരൻ എന്ത് ചെയ്യണം? വ്യാഖ്യാനപരമുള്ള ആളെ എന്ത് ചെയ്യണം? വ്യാഖ്യാനം. പിന്നെ 2 പേര്, ഇവിടെ പറയുന്ന 2 പേരോ, അടുത്ത വാക്കെന്താ പറയുന്നത്? ഏറിയാൽ 3 പേരോ. അപ്പൊ ഒരു സഭയിൽ സംസാരിക്കേണ്ടത് 2 പേര് സംസാരിക്കാം. പിന്നെ ഏറിയാന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരാൾക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ. എന്താ ആവശ്യം ഉണ്ടാകുന്നത്? എങ്ങനെയാ? അല്ലല്ല, പറയാം. ഈ ഞാൻ പിന്നെ പറയാം, ഈ ബൈബിൾ ബാക്ക്ഗ്രൗണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പുസ്തകം കത്തോലിക്കൽ എഴുതിയതാണ്. ഒരു പുസ്തകമല്ല, ഏതാണ്ട് 17 ബുക്കുണ്ട്. ഒരു വലിയ പുളിയുണ്ട്. ഈ വില്യം ബാർക്ലേ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക എഴുത്തുകാരനാണ് വില്യം ബാർക്ലേ. മലയാളത്തിലില്ല, ഇംഗ്ലീഷിൽ ലഭ്യമാണ്. ബൈബിളിൻ്റെ അതായത് ഓരോ ഭാഗങ്ങളും പുതിയ നിയമത്തിൻ്റെ മാത്രമേ ഉള്ളൂ, കമ്മിറ്റിലുള്ളൂ. അതായത് ഇതിൻ്റെ പശ്ചാത്തലം മാത്രമാണ്. അതുകൂടാതെ ധാരാളം എനിക്ക് ഈ ബൈബിൾ പ്രവേശിക്കുകയോ അങ്ങനെ ഒരു KV ജോർജ് സാർ അങ്ങനെ ഒരാളെ വർഷം മുമ്പ് ഏകദേശം അങ്ങനെ ഒരു ബുക്കും എഴുതി എൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒത്തിരി നമുക്ക് ഏറ്റവും ഇങ്ങോട്ടല്ലേ നമ്മളെല്ലാം ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലേ, ഈ മൊബൈലിലൂടെ ഇതെല്ലാം പഠിക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ബൈബിൾ എന്ന് ബൈബിളുണ്ട്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കമൻട്രീസ് ഉണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ത് പശ്ചാത്തലത്തിലാണ് ഈ കൊരിന്തിൽ ഇത്രയും നിർദ്ദേശങ്ങൾ നൽകാനുള്ള കാരണങ്ങൾ എന്താണ്? അപ്പോൾ ഇവിടെ 2 പേരോ ഏറിയാൽ 3 പേരെന്ന് പറഞ്ഞാൽ ഇതൊരു വാണിജ്യ നഗരമാണ്. കൊരിന്ത എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ സിറ്റിയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം വ്യത്യസ്ത ഭാഷകളിൽ ആരാധന നടക്കുന്ന സ്ഥലം എവിടെയായി? നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ് പറയാൻ പോകുന്നത്? ബോംബെ ഒന്ന്, ഡൽഹി. കാരണം അവിടെ എല്ലാ ഭാഷക്കാരും ഉണ്ടായി.
മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ന് അത്രയും കാണില്ല. കാരണം അതൊരു കൊമേഴ്ഷ്യൽ സിറ്റിയാണ്. അപ്പോൾ പല ഭാഷകൾ മലയാളികൾ കാണും അവിടെ ചെന്നാൽ നമ്മൾ ഇരുന്നാൽ പല സ്ഥലത്തും അങ്ങനെയാണ്. ഇവിടെ കൊരിന്തിനെ സംബന്ധിച്ച് പല ഭാഷക്കാരായ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, സഭയുടെ ആരംഭം, സഭ സ്ഥാപിക്കപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു 8-10 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് ഈ കൊരിന്തിൽ വരുമ്പോൾ ഈ അന്യഭാഷ സംസാരിക്കുന്ന എന്തിനു വേണ്ടി? ആരോടുള്ള ബന്ധത്തിലാണ്? അന്യഭാഷ സംസാരിക്കുന്നത് പ്രധാനമായും ഇത് സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയുള്ള ഒന്ന് അടയാളമാണ്, മറ്റൊന്നത് ഉപകരണമാണ്. കാരണം അവിടെ വരുന്ന ഒരാൾക്ക്, ഇവിടെ പറയുന്നുണ്ടല്ലോ 28ാമത്തെ വാക്യത്തിൽ പറയുന്നത് 22 അന്യഭാഷ. അതുകൊണ്ട് അന്യഭാഷകൾ വിശ്വാസികൾക്കല്ല അവിശ്വാസികൾ, പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്കത്ര. സഭ 23ാമത്തെ വാക്യം വായിച്ചേ. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തതോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്ത് എന്ന് എന്നിട്ട് പറയുകയാണ്. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തനോ അകത്ത് വന്നാൽ അവരുടെ വാക്കിനാൽ. അപ്പൊ ഈ സഭയിൽ ആര് വരും? വ്യക്തമായി ഈ സഭയിലെ കൊരിന്ത് സഭയിൽ ആരും വരുന്നുണ്ട്? അവിശ്വാസികളുണ്ട്. കാരണം ഇതൊരു സിറ്റിയാണ്. ഇന്ന് നമ്മുടെ സഭകളിൽ, ഇപ്പൊ നമ്മുടെ ഇന്നുമില്ല, ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ പെന്തക്കോസ്തുകാരെ, ബ്രദർ സഭകളിൽ ബ്രദർക്കാരെ. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല സഭകളിലും ആര് വരാം? ഇവിടെ ഉണ്ടായിരുന്ന ബ്രദർ കുവൈറ്റ്, ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള സഹോദരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഈ പെന്തക്കോസ്തുകാരും ബ്രദറുകാരും ഒക്കെ ആരാധിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? മർത്തോമയിലും യാക്കോബിലും ഒക്കെ അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യാം. ഇപ്പൊ ഇന്ന് മാട്ടയിലെ ഇപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒരു പയ്യൻ പോയിട്ടുണ്ട്. അവരൊക്കെ പല ചർച്ചുകളിൽ എന്ത് ചെയ്യുക, അവരുടേതായ സഭകളില്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ചർച്ച എന്ന നിലയിൽ എല്ലാ സഭകളും. പക്ഷെ അവരെന്ത് കാണില്ല, തിരുവനന്തപുരം ഇതൊന്നും കാണില്ല. അവർ വന്ന് എന്ത് ചെയ്തു, വചനം കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രസംഗമൊക്കെ നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. യാക്കോക്കാരും മർത്തോമക്കാരും ഇവരെല്ലാം കാണും. അപ്പൊ ഇതുപോലെയുള്ള സിസ്റ്റമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് കൊരിന്തിലെ സഭയിൽ അവിശ്വാസികളും വരും. അപ്പൊ ആ അവിശ്വാസി മറ്റൊരു ഭാഷക്കാരൻ, അവൻ വരുമ്പോൾ അവനോടുള്ള ദൂത് നീ എന്ത് ചെയ്യുക, ഇതിലൂടെ സംസാരിക്കുക, അന്യഭാഷയിലൂടെ നീ എന്ത് ചെയ്യുക, സംസാരിക്കുക. അപ്പൊ ഈ അന്യഭാഷ എന്ന് പറയുന്നത് ആത്മാവ് ലഭിച്ചതിന്റെ അടയാളമായിട്ട് പറഞ്ഞതല്ല. ആത്മാവ് ലഭിച്ചതിന്റെ അടയാളമായിട്ടാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, അന്യഭാഷ പറയണം. കാരണം വേദവശം പറയുന്നത്, സഭകൾ പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ വേദവശം പറയുന്നത് എന്താ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്ന ഇല്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഇവിടെ 3 പേര്, അതുകൊണ്ടാണ് ഏറിയാൽ 3 പറഞ്ഞു പറഞ്ഞാൽ. കാരണം മറ്റൊരു ഭാഷക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാവും, അവന്റെ ഭാഷയിൽ എന്ത് ചെയ്യാം, ആ വരമുള്ള വ്യക്തി സംസാരിക്കുമ്പോൾ. ഇനി ഈ സംസാരിക്കുന്ന ഈ സഭയിൽ വരുമ്പോൾ ഈ സഭയുടെ ആത്മീയ ശുശ്രൂഷകൾ, വചന ശുശ്രൂഷ, ഇത് അന്യഭാഷയുടെ വചനമാണ്. നമുക്കിത് മനസ്സിലാകുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കൈവശം ഒന്നുണ്ട്, ഈ എത്രയാണ് 66 പുസ്തകമുള്ള ബൈബിൾ നമ്മുടെ കൈവശമുണ്ട്. മൂത്താപ്പാങ്ക കൊച്ചുണ്ണി ഉപദേശം എഴുതിയതും, സൈമൺ സാർ എഴുതിയതും, പിന്നെ TKS എഴുതിയതും, ME ചെറിയാൻ എഴുതിയതും, എല്ലാ പാട്ടും ഒക്കെ അടങ്ങിയ ആത്മീയ ഗീതങ്ങളുമായിട്ടാണ് നമ്മളിൽ പോകുന്നത്. ഒന്ന് വിഭാവന ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച്, കൊരിന്തിലെ വിശ്വാസികൾ സഭയിലേക്ക് പോയത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു. എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണം പേപ്പറെങ്കിലും വചനമുണ്ടായിരുന്നു അവരുടെ ജീവിതം. ഒരാളെ നമ്മൾ ആരാധനയ്ക്ക് പോകുന്നു, എന്ത് ചെയ്യാം, ഇന്ന് ആരാണ് പ്രസംഗിക്കുന്നത്, ആ വ്യക്തി അത് ധ്യാനിച്ച്, ബൈബിൾ പഠിച്ച്, ധ്യാനിച്ച്, പ്രാർത്ഥിച്ചാൽ വരുന്നത്, ചിന്തകൾ പറയുന്നു, പാട്ടുകൾ പാടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ആരാധനയ്ക്ക് കൊരിന്തിന് ചെല്ലുമ്പോൾ, കൊരിന്ത് സഭയിലേക്ക് ചെല്ലുമ്പോൾ ആര് ചെയ്യും? പറയാ. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, എല്ലാം ചന്തവും ഉചിതമായി ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അവരെ എങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവവചനം എങ്ങനെയാ ദൈവം സംസാരിക്കുന്നത്? അവിടെ ഇരിക്കുന്ന തോമസ് കുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞു ദൈവം പറയണോ? അല്ല, ഈ കൃപാവരം, അന്യഭാഷാവരം ഉള്ള ആളെ എന്ത് ചെയ്യും, അവരിലൂടെ ദൈവം സംസാരിക്കും. ആ വചനം എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന പല ഭാഷക്കാരുണ്ട്.
ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അപ്പൊ ഈ വന്ന ആൾക്കാർക്ക് കൂടി വന്ന എല്ലാവർക്കും മനസ്സിലാക്കണമെങ്കിൽ വ്യാഖ്യാനിക്കണം. ഇത് ഇവിടെ പറഞ്ഞിട്ടോ, അയ്യോ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ 1:14-26 എന്താ വായിച്ചേ? ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്. കണ്ടോ, വെളിപ്പാടില്ലേ? അന്യഭാഷ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അന്യഭാഷയില്ലാത്ത വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനമൊന്നുമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഇത്രയും സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാൻ IPC ചർച്ചിൽ PC ജോർജ് പാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ചർച്ചിൽ പോയി ഞാൻ ഇതേ വിഷയം സംസാരിച്ചു. ഞാൻ ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു, എടി ഇന്ന് അപ്പം ഞാൻ എന്ന് ചെന്നാലും അതിൽ ബാബു പ്രസംഗിക്കുന്നു. ഒരു 3-4 തവണ ഞാൻ അവിടെ ആരാധിക്കുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു, ഇന്ന് എന്താ ഏത് വിഷയം പ്രസംഗിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അവൾ കേട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രസംഗം. അവൾ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കാം. ഞാൻ എന്ത് ചെയ്തു? ആത്മപ്രാപണം, ആത്മസ്നാനം, ആത്മചാരം, ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം എടുത്ത് പ്രസംഗിച്ചു. ഇതെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ മൂപ്പൻ മത്തായിച്ചായ മരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു, നല്ല ഒന്നാം ശുശ്രൂഷ. ഞാൻ പറഞ്ഞു, ഈ ആത്മാവ് ലഭിക്കുമ്പോൾ അന്യഭാഷ പറയില്ല, ആത്മാവ് ലഭിച്ചതിൻ്റെ അടയാളം അന്യഭാഷയല്ല. ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടും ഇവരെല്ലാം പറഞ്ഞു നല്ല. എന്താ കാരണം? അറിയില്ല, വചനം അറിയില്ല. അവർക്ക് വചനം അറിയില്ല. എൻ്റെ അമ്മായിപ്പൻ ഇതുവരെ ഇതിൻ്റെ പുൽക്കനം IPC ഭാഷ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരു 2-3 ആഴ്ച മുമ്പ് അഴിയത്തോട് പറഞ്ഞു, ഇടി ഞാൻ അന്നും ഇത് പറയില്ല, ഇന്നും പറയില്ല, ഇത് ശുദ്ധ മോശമാണ്. IPC ഭാഷ PC ജോർജ് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു? അത് ഒരിക്കലും എന്ത് ചെയ്തു? അവിടെ ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി മീറ്റിംഗ് ഒരു സംഘടിപ്പിച്ചു. ചില ആൾക്കാർ ബെഞ്ചമിൻ തുരുത്തി എന്ന് പറയുന്ന ഒരു പാസ്റ്ററെ വന്നത്, അതുപോലെ ഒരു പ്രവാചകനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മളെല്ലാവരും ആത്മാവിനെ പ്രാപിക്കാൻ പോവുകയാണ്. കാരണം ജ്യോതിഭാഷ കണ്ണൂര എൻ്റെ വീട്ടിൽ വന്നിരിക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെ ശക്തമായി പുറത്തേക്ക് എന്ത് ചെയ്യണം? നമ്മളെ വിടണം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ശ്വാസം എന്ത് ചെയ്യുക? ശക്തമായിട്ട് വിടുക. എന്നിട്ട് അതിലും വലിയ ശക്തിയിൽ എന്ത് ചെയ്യാം? ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ആ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആത്മാവിനെ എന്ത് ചെയ്യാം? അപ്പൊ ഈ അകത്തോട്ട് കയറുന്ന എന്താ? എന്റെ സഹോദരന്മാരെ, ഇത് റെക്കോർഡ് ചെയ്ത് അന്ന് ഈ ഇതൊന്നും ആയിട്ടില്ല. അന്ന് നമ്മുടെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു, ടേപ്പ് റെക്കോർഡെന്ന് വെച്ചപ്പോൾ അതിലെന്ത് ചെയ്തു? ടെപ്പിപ്പ് ചെയ്തു ഒരാളെ ഈ ദുർപദേശം വെച്ച് അങ്ങനെ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്ത് വെച്ചു. നമ്മുടെ അപ്പം വന്നപ്പോൾ എന്ത് ചെയ്തു? കൈ കൊടുത്തു. അങ്ങനെയാണ് ഞാനിത് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് അവരുടെ കുഴപ്പമല്ല, വെറും പാവങ്ങളാണ്. ഈ ഇടങ്കയും വലങ്കയും തമ്മിൽ തിരിച്ച് നന്നായി പ്രാർത്ഥിക്കുന്ന, ഞാൻ അവരെ ആദരിക്കുന്നവരാണ്. ഞാൻ AG ചർച്ചിൽ ആരാധിച്ചിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ആരാധന യോഗം ഞാൻ ഒരിക്കലും മുടങ്ങിയിട്ടില്ല. ഏത് യാത്രയിലാണെങ്കിലും എന്ത് ചെയ്യും? അത് ഇന്ന ചർച്ച എന്നില്ല. ബ്രദർ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവിടെ പോയി ഞാൻ ആരാധിക്കും. ഇല്ല എങ്കിൽ അത് പെന്തക്കോസ് ആയാലും അവിടെ പോയി എന്ത് ചെയ്യും? ഞാൻ ആരാധനയും. പക്ഷേ തിരുവത്താഴം അങ്ങനെയുള്ള ഒന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു 10-30 വർഷം മുമ്പേ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ തിരുവെടുത്ത് എന്ത് ചെയ്യണം? പഠിക്കുന്നില്ല. അപ്പോൾ ഈ സഭയിലെ ഒരു സഭയിലെ ഉണ്ടായിരുന്ന ഒരു കൃപാപരമാണ് ഏത്? ഈ അന്യഭാഷ. പോകാം, അടുത്ത വിഷയത്തേക്ക് പോകാം. അന്യഭാഷ ഒരു അടയാളപരമാണ് എന്ന് നാം ചിന്തിച്ചു. അന്യഭാഷ എല്ലാ വിശ്വാസങ്ങൾക്കും ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കുന്നത് അന്യഭാഷ നിന്നുപോയ ഒരു വരം. അന്യഭാഷ നിന്നുപോയ ഒരു വരമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അവിടെ വായിക്കുന്നത് അന്യഭാഷയുടെ മറ്റൊരു സ്വഭാവം ഇതാണ്: സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അടുത്ത വാക്ക് 10-ാം വാക്യം: പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത്. ഇത് വളരെ വിവാദമുണ്ടാക്കിയൊരു വാക്യമാണ്. രണ്ടഭിപ്രായമാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റൊരു അഭിപ്രായം ജോൺ മക്കാദർ എന്ന് പറയുന്ന ദേവദാസനും മറ്റു ചില ആൾക്കാരും, അദ്ദേഹമാണ് ഇത് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിപാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലേഖനമായിട്ടും പുസ്തകമായിട്ടും എഴുതിയിട്ടുള്ളത്. ജോൺ മക്കാദർ, അദ്ദേഹം മരിച്ചു വരുത്താണ്.
അദ്ദേഹം പറയുന്നത് സ്നേഹമാണ് ഇവിടെ പറയുന്ന പൂർണ്ണമായത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ചില ആൾക്കാർ മച്ചുരുക്കി പക്വത ആണ് സഭ, അല്ലെങ്കിൽ സഭ പക്വതയുള്ളവരാകുമ്പോൾ എന്ത് ചെയ്യും, അതുവരെ ഈ കൃപാവനം എന്ന അന്യഭാഷ ഉണ്ടായി. അതുപോലെ പെന്തക്കോസ്ത് സഹോദരന്മാർ വിശ്വസിക്കുന്നത് ഈ പൂർണ്ണമായത് എന്ന് പറയുന്നത് ആരാണ്? കർത്താവിൻ്റെ വരമാണ്, രണ്ടാം വരമാണ്. ഇനി മറ്റ് ആൾക്കാർ, ഞാൻ വിശ്വസിക്കുന്നത് ഇത് ദൈവവചനത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ കാനോൻ്റെ പൂർത്തീകരണമാണ്. ദൈവവചനത്തിൻ്റെ 4 അഭിപ്രായം, പ്രധാനമായ 2 അഭിപ്രായമാണ്. ഏത്? ദൈവമക്കളുടെ ഇടയിലെ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഇടയിലുള്ള 2 പ്രധാനപ്പെട്ട അഭിപ്രായമാണ്. ഒന്ന്, ഇത് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ്. മറ്റൊന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണമാണ്, കാനോൻ്റെ പൂർത്തീകരണം. നമുക്കിതിലെ ഈ വീണ്ടും വരവാണ് എന്ന നിലയിൽ നമുക്ക് നോക്കാം. വീണ്ടും വരവാണ് ഈ ശരിയാന്നില്ല കേട്ടോ. വീണ്ടും വരവാണ് എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വാക്യത്തെ അല്ലെങ്കിൽ ഈ ഭാഗത്തെ നോക്കാം. ഓക്കെ, 3 കാര്യങ്ങൾ ആണ് നിന്നു പോകുന്ന അല്ലെങ്കിൽ നീങ്ങി പോകുന്നത്. ഏതൊക്കെയാണ്? ജ്ഞാനം, ഭാഷാപരം, പ്രവചനം. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യും? നീങ്ങും. എപ്പം നീങ്ങിപ്പോവും? പൂർണ്ണമായത് വരുമ്പോൾ. ഇപ്പോഴെന്താ ഉള്ളത്? ഇപ്പോഴെന്ന് ഞാൻ അന്ന് ഇത് എഴുതുമ്പോൾ ഈ കൊരിന്ത്യർ അംശമായിട്ട്, അന്ന് അംശമായിരുന്നത് എന്താ? അന്ന് അംശമായിരുന്നതിന്റെ പൂർണ്ണതയല്ല പറഞ്ഞത്, ആണോ? അന്ന് അംശമായിരുന്നത് എന്തായിരുന്നു? ആണോ? ശരിയാണോ? അന്ന് ഓക്കെ. ഇനി ഇത് യേശുക്രിസ്തുവിന്റെ വരമാണ് പൂർണ്ണത എങ്കിൽ അന്ന് അംശമായിരുന്നത് യേശുക്രിസ്തുവിന്റെ വരവായി. പൂർണ്ണമായത് യേശുക്രിസ്തുവിന്റെ വരവാണ് എങ്കിൽ അന്ന് അംശമായിരുന്നത് എന്താ? യേശുക്രിസ്തുവിന്റെ വരവായിരുന്നു. യേശുക്രിസ്തു കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ആണോ? ഇവിടെ പൗലോസ് ചോദിക്കുകയാണ് 9-ാം വാക്യം, അംശമായി മാത്രം നാം അറിയുന്നു. ഈ അറിവെന്ന് പറഞ്ഞാൽ ഏതാ? കാരണം അറിയില്ല. പത്രോസിനെ 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാ. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോകുന്ന മുമ്പ് പത്രോസിനെ ഒരു അറിവ് കൊടുത്തു. എന്ത് അറിവ് കൊടുത്തു? ജാതികൾക്കും ഈ രക്ഷയുണ്ട്. എങ്ങനെ കൊടുത്തത്? തുപ്പട്ടി. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് നമുക്കത് വേണ്ട? ഇന്ന് ഈ വചനമുണ്ട്. ഈ വചനത്തിൽ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, യവനനും യഹൂദനും എല്ലാം രക്ഷ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അന്നോ ഈ യഹൂദനായിരുന്ന പത്രോസും ആൾക്കാരെല്ലാം ചിന്തി ഞങ്ങൾക്ക് മാത്രമുള്ള ഈ രക്ഷ, ഇത് ജാതികൾക്കുള്ളതല്ല, ഇവര് പുറജാതികളാണ്. കാരണം വചനം അന്ന് ഇല്ലായിരുന്നു. ഇനി മറ്റൊന്ന്, അംശമായി നാം മാത്രം പറയുക. അടുത്ത വാക്ക്, പൂർണ്ണമായത് വരുമ്പോഴും. യേശുക്രിസ്തുവിന്റെ വരവാണ് എന്ന് സമ്മതിക്കുക തൽക്കാലം. ഓക്കെ, അവർ സൗരന്മാർ പറയുന്ന ആ സൗരങ്ങൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ വരവാണെന്നാണ് ഇവിടെ പറയുന്ന പൂർണ്ണമായത്. പറയാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവാണ് എങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി എന്ന് നിന്ന് പോകും? അല്ല, അന്യഭാഷയും. പിന്നെ അന്യഭാഷ മാത്രമല്ല, പിന്നെ 3 കാര്യങ്ങളെ നിന്ന് പോകുള്ളൂ അല്ലെങ്കിൽ നീങ്ങി പോകുള്ളൂ. എന്തൊക്കെ? ജ്ഞാനം, പ്രവചനം, അന്യഭാഷ. അതെപ്പോൾ നിന്ന് പോകും? ആ സൗരങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് പൂർണ്ണമായത് വരുമ്പോൾ. ആരാ പൂർണ്ണമായത്? കർത്താവിന്റെ വരവ്. കർത്താവിന്റെ വരവോടുകൂടി എന്ത് നിന്ന് പോകും? എത്ര വരങ്ങൾ ആകെ ഉണ്ട്? ഏതൊക്കെ ചില പറഞ്ഞ ഈ 3 ഒഴിവാക്കി ബാക്കി എന്ന് പറഞ്ഞ ഏതൊക്കെയാ അറിയാവുന്ന മനസ്സിലുള്ള? രോഗശാന്തി ഇല്ലേ? വീര്യപ്രവൃത്തി. അപ്പൊ യേശുക്രിസ്തു വന്ന ശേഷം ആരുടെ രോഗശാന്തിയാ മാറ്റാൻ പോണത്? ഇവര് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വരവിനോട് കൂടിയേ മാത്രമേ അതുവരെയും എന്ത് ചെയ്യും? ഇതെല്ലാം ഈ അന്യഭാഷയും പ്രവചനവും ഈ രോഗശാന്തി അല്ല ജ്ഞാനവും ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യം മാത്രമേ നിന്ന് പോകുള്ളൂ. എപ്പോൾ നിന്ന് പോകുള്ളൂ? പൂർണ്ണമായത്. ആ പൂർണ്ണമായത് ഇവർ പറയുന്നു യേശുക്രിസ്തുവിന്റെ വരവാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ തുടരണ്ടേ? 9 മണിയാകുമ്പോൾ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. 9 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ എന്ത് ചെയ്യും? ഞാനും പത്തനാപുരം സഹോദരനും ബ്രദറിടുന്ന വേലങ്കര, ഞാൻ 6 മണിയാകുമ്പോൾ എന്ത് ചെയ്യുക? ഞങ്ങൾ 3 പേരും എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും.
നിങ്ങളെല്ലാവരും ഇവിടെ കാണണം. ആണോ? അങ്ങനെയല്ലേ? അപ്പൊ ഞങ്ങൾ 3 പേരും 6 മണിയാകുമ്പോൾ പോകും. അത് നമ്മളെല്ലാവരും പോകുന്നു. ഇവിടെ 3 കാര്യങ്ങളെ പോവുള്ളൂ, 3 വരങ്ങളിൽ നിന്ന് പോവുള്ളൂ, നീങ്ങി പോവുള്ളൂ. ഏതൊക്കെയാണ്? ജ്ഞാനം, പ്രവചനം, അന്യഭാഷ. അവർ പറയുന്നു, ആ സഹോദരന്മാർ പറയുന്നു, ഇത് പൂർണ്ണമായി വരുമ്പോഴാണ്. അത് ശരിയാണ്. ആ പൂർണ്ണമായത് എന്താണ് അവർ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പറയാം. അപ്പൊ യേശുക്രിസ്തു വന്ന ശേഷവും ഏതെല്ലാം വരങ്ങൾ തുടരണം? അതെന്തിനാ? വ്യാഖ്യാനപരം. അന്യഭാഷ നിന്ന് പോകും, പക്ഷെ വ്യാഖ്യാനിച്ചോണ്ടിരിക്കും. എന്നാ വ്യാഖ്യാനിച്ചോണ്ടിരിക്കും? കർത്താവ് വന്ന ശേഷം ഇവർ എന്നാ വ്യാഖ്യാനിക്കാത്ത? കർത്താവ് വന്ന ശേഷം ഇവരെ ആടുരോഗം മാറ്റാൻ, കർത്താവ് വന്ന ശേഷം ഇവരെ ഏതു ആൾക്കാരുടെ എന്നാ വീര്യപ്രവൃത്തി ചെയ്യാൻ? ഓക്കെ, ഇനി മറ്റൊരു ആദ്യത്തിലൂടെ പറയാം, മറ്റൊരു ഇതിൽ ഇവിടെ ഉപയോഗിച്ചത് ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് എന്ന. ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ്, ദാറ്റ് വിച്ച് ഈസ്, ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ മതി. ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ്. വിച്ച് എന്ന ആ വാക്ക് അതിന് എന്താ ഉപയോഗിക്കുന്നത്? ആ ഒരു വസ്തുവിനെ ന്യൂട്ടൺ, ജെൻഡർ എന്നൊക്കെ 3 ജെൻഡറാണുള്ളത്. ഒന്ന് മസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ. കഴിഞ്ഞ ദിവസം എനിക്ക് ആലപ്പുഴയാണ് തോന്നുന്നു ഒരു പെൺകുട്ടി, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്തായിരുന്നു, ട്രാൻസ്ജെൻഡർ. അത് മലയാളത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞത് ഇതാവേ. അപ്പം ന്യൂട്ടൺ ജെൻഡർ. ന്യൂട്ടൺ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ആണും പെണ്ണും അല്ലാത്ത തന്നെയല്ല. ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത എന്ന അർത്ഥമുണ്ട്. അതിനാണ് വിച്ച് എന്ന വാക്ക്. വിച്ച്, ഹൂ, ഹി, ദൈ, ദം, ദോസ്, ഇതെല്ലാം. അപ്പൊ ഹി എന്ന് പറഞ്ഞാൽ ഏത് ജെൻഡറാ? മസ്കുലിനാണ്, അവൻ, പുരുഷനാണ്, സർവനാണ്. ഹെയർ എന്ന് പറഞ്ഞാലോ അവൻ. വിച്ച് എന്ന് പറഞ്ഞാലോ ഇവനെ എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഫോൺ പറയും ഇവനെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ്, ഇത് എടുത്തു എന്ന് പറയും. ഇവിടെ ഉപയോഗിച്ചത് യേശുക്രിസ്തു ആണെങ്കിൽ എന്താ അവിടെ വരേണ്ടത്? ഏത് ജെൻഡറാ ഉപയോഗിക്കേണ്ടത്? പൂർണ്ണമായതെന്നല്ല പറയുന്നത്, പൂർണ്ണമായവൻ. പൂർണ്ണമായവൻ. ഞാൻ പറഞ്ഞത് ശരിയാണോ? പൂർണ്ണമായവൻ വരുമ്പോഴോ അംശമായത്. ഇത് ഈ ആശയത്തിലെല്ലാം ചിന്തിച്ചാൽ ഇവിടെ പറയുന്നിട്ടുള്ള ദൈവവചനമാണ്. അന്ന് ഭാഗികമായത്, അംശമായത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വരവല്ലായിരുന്നു. യേശു കുറേശ്ശെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വചനം എന്തിയാ പൂർത്തിയായിരുന്നു. അന്ന് അംശമായിരുന്നു വചനം. ആ വചനം പൂർണ്ണമാകുമ്പോൾ എന്ത് ചെയ്യും? ഇതെല്ലാം, ഈ വരങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിച്ചു. പ്രത്യേകിച്ചും അടിസ്ഥാന വരങ്ങൾ, വീര്യപ്രവർത്തികൾ പറയും. ഈ വരങ്ങളിലൂടെയാണ് അന്ന് ഈ സുവിശേഷം വ്യാപനം. നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് പോകാം. ഇനി ഇന്ന് പൗലോസ് പറയുന്നൊരു വാക്കുകൂടെ ശ്രദ്ധിച്ചേ. ഈ ആത്മവരം, അന്യഭാഷ മറ്റൊരു ആത്മീയതയുടെ ലക്ഷണമല്ല. അതാണ് മറ്റൊരു പോയിന്റ്. ഒന്ന് പോലത്തെ അന്യഭാഷ പല ആൾക്കാരും ചിന്തിക്കുക ആത്മീയതയുടെ ലക്ഷണമായത് അന്യഭാഷ. കാനവച്ചൻ അതിനെക്കുറിച്ച് ശക്തമായിട്ട് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പലരും ചിന്തിക്കുന്നത് 2 വാക്ക് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യാം? അതെ, വലിയ ആത്മീയരാണ്. അല്ല. ഈ ബൈബിളിലെ ഏറ്റവും ക്രൈസ്തവ സഭകളിൽ ഏറ്റവും മോശം സഭ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. ഇന്ന് സുവിശേഷം പറയാൻ പോകുമ്പോഴേ, നമ്മളൊക്കെ വീടുകളിലൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോഴേ സത്യത്തിലെ രക്ഷപ്പെടുന്ന ഒരു സഭ ഏതാണെന്ന് വെച്ചാൽ ബന്ധു സഭയാണ്. ഇപ്പം പല സഭകളിൽ പ്രശ്നങ്ങളില്ലേ? ഇത്രയും പ്രശ്നമുള്ള സഭയൊന്ന് കാണിക്കാമോ എവിടെയും? കൊരിന്തിലെ സഭ പോലെയുള്ള പ്രശ്നമുള്ള സഭ ഉണ്ടോ എവിടെയും? ഒരൊറ്റ സ്ഥലത്തില്ല. വിഗ്രഹാരാധികൾ, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവർ, അപ്പൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ അമ്മയെ രണ്ടാനമ്മയുമായിട്ട് മോശമായ ബന്ധമുള്ള, മുടി നീട്ടി വളർത്തുന്ന ആൾക്കാർ, മൂടുപട കോടതി പോകുന്ന ആൾക്കാർ, ഇന്നിപ്പം കേസൊക്കെ പോകാൻ തുടങ്ങിയല്ലോ നമ്മുടെ ആൾക്കാരും. ഇഷ്ടം പോലെ നമ്മുടെ IPC-കാർ ഇപ്പം മുഴുവൻ കിട്ടുന്ന പണം മുഴുവൻ കോടതി കളഞ്ഞുകൊണ്ടിരിക്കുക. അല്ലേ? ഭിന്നതകൾ
എന്തെല്ലാം ഭിന്നത ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിലും ഒരൊറ്റ പെന്തക്കോസ്തുകാരുടെ ഇടയിലൊന്നും പ്രശ്നമില്ല. എല്ലാ അനുകൂലത്വം ഉണ്ടായിരുന്ന ഒരു സഭയാണ് അത്. പക്ഷേ ഇത്രയും ആത്മീയപരമുള്ള സഭ വേറെ എവിടെയാണുള്ളത്? 1:7 വാക്യം നോക്കിയേ. 1:7 വാക്യം. 1:7 വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും എല്ലാ കൃപാവരവും ഉണ്ടായിരുന്നു. രോഗശാന്തി ഉണ്ടായിരുന്നു, വീര്യപ്രവൃത്തി ഉണ്ടായിരുന്നു, അപ്പോസ്തലവരം ഉണ്ടായിരുന്നു, പ്രവചനവരം ഉണ്ടായിരുന്നു, അന്യഭാഷകൾ ഉണ്ടായിരുന്നു, എല്ലാ വരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? പലരും ചിന്തിക്കുന്നത് അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, 2 വാക്കൊന്ന് അന്യഭാഷ അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ. പിന്നെ എനിക്കൊരു കല്യാണം ആലോചിക്കാൻ ഒരു ടീച്ചറുടെ അടുത്ത് പോയപ്പോൾ എന്ത് ചെയ്തു, കാണാൻ പോയപ്പോൾ എന്ത് ചെയ്തു, അവിടെ ആ പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അതിനോട് ചോദിച്ചു ബാബു. അപ്പം ബാബു, ഞാൻ അന്ന് ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കും, ഞാൻ എന്നെ പഠിപ്പിച്ചിട്ട് യോഗ. ഇപ്പോൾ അപ്പം നിങ്ങളെ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാവില്ലല്ലേ? അത് ഞാൻ ചോദിച്ചു നോക്കട്ടെ. എത്ര മോശമായ നിലയിൽ ഒരു കത്തോലിക്ക എന്നൊരു വിശ്വാസ സഹോദരി, ഒരു മേരി സിസ്റ്റർ, നേഴ്സാണ്, ഹെൽത്ത് സെൻ്റർ വർക്ക് ചെയ്യുക കണ്ണൂരിലെ, അവിടെ ഒരു പ്രവർത്തനം. ആ സഹോദരിയുടെ ഭർത്താവ് ഭയങ്കര എതിർപ്പാണ്. ഈ സഹോദരി അറിയാതെ വന്നെന്ത് ചെയ്തു, ഭർത്താവിനെ അറിയാം, കത്തോലിക്കലറിയാം, അവിടെ വന്ന് എന്ത് ചെയ്തു, സ്നാനപ്പെട്ടു. രഹസ്യത്തിൽ എന്ത് ചെയ്യും, ഡ്യൂട്ടി വന്നപ്പോൾ പറഞ്ഞ് എന്ത് ചെയ്യും, പുള്ളിക്കാരത്തി കള്ളം പറഞ്ഞ് എന്ത് ചെയ്യും, അവിടെ പിലാത്രയിൽ ആരാധനയ്ക്ക്. അവസാനം എന്ത് ചെയ്തു, അത് അവിടെയുള്ള ഒരു ഈ അന്യഭാഷ പറയുന്നൊരു പാസ്റ്ററുണ്ട്, അദ്ദേഹം വന്ന് ജോസഫ്, ഈ മേരി സിസ്റ്ററുടെ ഹസ്ബൻഡ് ജോസഫാണ്, കത്തോലിക്കനാണ്. അപ്പോൾ അതോട് പഠിക്കുന്നു. ഏതായാലും അവരുടെ ഇടയിൽ പോകുന്നേക്കാൾ നല്ല നിങ്ങൾ കത്തോലിക്ക തന്നെ പോകുന്നത്. കാരണം അവരുടെ ആത്മാവ് എന്താ കാരണം, അവർ അന്യഭാഷ. പക്ഷെ അത് അറിവില്ലായ്മയിലാണ്. നമ്മൾ ഒരിക്കലും എത്തിയിട്ട് അവരെ പരിഹസിക്കരുത്, അവിടെ അജ്ഞതയും കൊണ്ട് പറയുന്നത്. അപ്പൊ എല്ലാ അന്യഭാഷ പറഞ്ഞാലും ഇതൊന്നും എന്തല്ല, ഇതൊന്നും എന്തല്ല ദൈവവചനം അറിയുന്നതോ. എല്ലാ സഭയ്ക്കും പറ്റിയ ഒരു അബദ്ധം കൂടെ ഞാൻ പറയാം. നമ്മുടെ എല്ലാവരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ, ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന, നന്നായി വചനം ശുശ്രൂഷിക്കുന്ന, അതൊക്കെ എന്താ ആത്മീയതയാണ് എന്ന് എന്ത് ചെയ്തു. ഈ പ്രസംഗിക്കുന്നതോ ഈ പഠിപ്പിക്കുന്നതോ ഒന്നും എന്തല്ല അതിൻ്റെ അർത്ഥം ആത്മീയരാന്നുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതോ ഇന്നലെ രവി സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ആളുടെ ശുശ്രൂഷയിലൂടെ അല്ല അദ്ദേഹം ആത്മീയനാണെന്ന് പറയുന്നത്. പക്ഷെ ആത്മീയൻ എന്ത് ചെയ്യും? വചനം പഠിക്കും, പ്രാർത്ഥിക്കും, അദ്ദേഹം പ്രവർത്തിക്കും, ആത്മാക്കളെ. ഇതൊക്കെ ഒരു ആത്മീയൻ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഒരാൾ എന്തല്ല. അപ്പൊ 2 വാക്ക് അന്യഭാഷ പറഞ്ഞാലൊന്നും എന്ത് ചെയ്യില്ല, അത് ആത്മീയതയാണെന്നൊന്നും എന്ത് ചെയ്തത് പറയരുത്. ആത്മീയത എന്താണെന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ആത്മനിറവ്. എന്താ ആത്മനിറവ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കപ്പെടുന്ന, ദുഃഖിപ്പിക്കാതെ ജീവിക്കുന്ന ആത്മഫലം ഉണ്ടാകും, ദിവ്യ സ്വഭാവം ഉണ്ടാകും. ഇതാ കർത്താവ് പറഞ്ഞത്. പൗലോസ് പറയുന്നുണ്ടല്ലോ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് 29-ാമത്തെ വാക്യത്തിൽ, എന്തിനു വേണ്ടിയാണ് നമ്മെ രക്ഷിക്കപ്പെടുന്നത്? കർത്താവ് നമ്മെ വീണ്ടെടുത്തതിന് വേണ്ടിയാണ്, നിത്യത്തെ നിയമിച്ചതിനാണ്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവോടെ എന്ത് നമ്മെ സദൃശന്മാരാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുക, അതാണ് പൗലോസ് പറയുന്നത്. ആ സ്വഭാവമാണ് നമ്മളുണ്ടാകുന്നത്. വചനം പഠിക്കുന്ന നല്ലതാണ്, പ്രസംഗിക്കുന്ന നല്ലതാണ്, സുവിശേഷ പ്രസംഗനാകുന്ന നല്ലതാണ്, കൺവെൻഷൻ പ്രസംഗനാകുന്ന നല്ലതാണ്, പുസ്തകെഴുത്തുകാരനാകുന്ന നല്ലതാണ്, വലിയൊരു സഭയെ പരിപാലിക്കുന്ന നല്ലതാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കണം? ഒരു ദൈവ ഹൃദയമുള്ളവനായിട്ട് എന്ത് ചെയ്യണം? ദൈവമേ എന്നെ മാറ്റി. പക്ഷേ എന്തെല്ലാം സംഭവിച്ചാലും, ഏത് മോശമായ കാര്യങ്ങൾ ചെയ്യും, യാതൊരു മനസാക്ഷിക്കും ഒത്തുമില്ലാതെ എത്രയോ ആൾക്കാരെ കാണും. അപ്പൊ 2 വാക്ക് അന്യഭാഷ പറയുന്നതൊന്നും, അല്ലെങ്കിൽ ബൈബിൾ അറിയാവുന്നതൊന്നും എന്തല്ല. ഇത് പലപ്പോഴും ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ തകർച്ച ഇതാണ്. നമ്മൾ കഴിവെത്തിയ അത് ആത്മീയതയായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തെറ്റിദ്ധരിക്കുക. ഒരു ജീവിത വിശുദ്ധി ഇല്ലാതെ, മാതൃകയില്ലാതെ നീ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും ഇതൊന്നും എന്തല്ല, മനുഷ്യന്റെ മുൻപാകെ പുകഴ്ച ലഭിക്കും. പക്ഷെ എവിടെ കിട്ടില്ല? ദൈവസന്നിധിയിലെ ഒരിക്കലും പുകഴ്ച ലഭിക്കും. അപ്പൊ ഈ സഭയ്ക്ക് എല്ലാ കൃപാവരം ഉണ്ടായിരുന്നു. കൃപാവരി പൗലോസ് 1-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയാം, കൃപാവരങ്ങളൊന്നും കുറവില്ലാത്തവർ. 3-ന്റെ 1-ാമത്തെ വാക്യം നോക്കിയേ, ഈ എല്ലാ വരം ഉണ്ടായിരുന്ന നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ
പൗലോസ് അല്ല വിളിക്കുക ജഡീകന്മാർ. അപ്പൊ ഇങ്ങനെ അന്യഭാഷ പറയുന്ന, ഇങ്ങനെ ഇത്രയും പ്രവചനമുള്ള, ഇത്രയും രോഗശാന്തി വരമുള്ള, ഇത്രയും വീര്യപ്രവർത്തനമൊക്കെ ചെയ്യുന്ന, ഇത്രയും വരമുള്ള ഒരു സഭയായിട്ട് ആ സഭയിലെ വിശ്വാസികളെ പൗലോസ് വിളിക്കുക ജഡീകന്മാർ. ഒരു പൗലോസ് പറഞ്ഞു, നിങ്ങളാരാ? ശിശുക്കളാണ്. നിങ്ങൾക്ക് എപ്പോഴും എന്താ തന്നത്? പാലാ തന്നത്. അപ്പൊ വരമൊന്നും എന്തല്ല, അന്യഭാഷ വരമോ പ്രവചനപരമോ ഒരാളെ എന്താക്കുന്നില്ല, ആത്മീയനാക്കുന്നില്ല. പറഞ്ഞ വിഷയം. ഈ ഒരാളുടെ കഴിവ് കണ്ടെത്തിയത് വലിയ പ്രസംഗം നടത്തുന്ന ആളെ വലിയ ഭയങ്കര പ്രസംഗം, ഭയങ്കര ബൈബിൾ പരിജ്ഞാനമാണ്. ഇതൊന്നും ആത്മീയതയുടെ എന്തല്ല. അതുകൊണ്ട് അദ്ദേഹം ആത്മീയനാണെന്ന് വരികയില്ല. ഓക്കെ, അടുത്ത വാക്യം 39 വാക്യം നോക്കിയേ. 14-ന്റെ 39 വാക്യം. 14-ന്റെ 39. അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അപ്പൊ ബൈബിളിൽ അന്യഭാഷയിൽ വിലക്കൽ എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടേ, പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷയിൽ വിലക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്യഭാഷ അന്നുള്ള വരമാണ്. ആ അന്യഭാഷ പ്രയോജനമുള്ള വരമാണ്. അന്യഭാഷ അടയാളപരമാണ്. അന്യഭാഷ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് ആവശ്യമായിരുന്നു. അപ്പോൾ ഒരു ആ സാഹചര്യത്തിൽ, ആ കാലഘട്ടത്തിൽ അന്യഭാഷ ആവശ്യമാണ്. ഇപ്പൊ ആവശ്യമില്ല. ഇനി അടുത്ത വാക്ക് അവർ പറയുന്നത്, ഇത് പൗലോസ് അധികം സംസാരിച്ചതാണ് അന്യഭാഷയിൽ. പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് പറയുന്നുണ്ട് 18 വാക്യം. അടുത്തൊരു ന്യായമാണ്. നിങ്ങളെല്ലാവരിലും അധികം, 18 വാക്യം, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ. കാരണം പൗലോസ് എല്ലാവരിലും അധികം എന്ത് ചെയ്തു? ശരിയാണ്. കാരണം ഇത് പ്രയോജനമുള്ള വരമായിരുന്നു. കാരണം പൗലോസാണ് ഈ കൊരിന്തിലെ വിശ്വാസികളെക്കാൾ മറ്റാരെക്കാളും ഏറ്റവും അധികം സ്ഥലത്ത് സഞ്ചരിച്ചത്. വാസ്കോഡി ഗാമയോ മഗല്ലനോ അവരൊക്കെയാണല്ലോ സഞ്ചാരികൾ. അതൊരിന്നാണെങ്കിൽ ആരാ? അവൻ്റെ പേരിനാ സന്തോഷ് കുളക്കര. ഇന്നാണെങ്കിൽ സന്തോഷ് കുളക്കര. പക്ഷേ ഏറ്റവും അധികം മൈലുകൾ സഞ്ചരിച്ച ഒരു മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ്. സന്തോഷ് കുളക്കരയൊക്കെ ഫ്ലൈറ്റിലും കപ്പലിലുമൊക്കെ കാറിലുമൊക്കെ. പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്ന ഒരു കപ്പലുണ്ടായി. കപ്പൽ യാത്ര ചെയ്തു, എത്രയോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത, എത്ര വൻകരകളിൽ അദ്ദേഹം കടന്നുപോയി സുവിശേഷം. അപ്പൊ ഈ പോയ സ്ഥലങ്ങളിലൊക്കെ പൗലോസ് സംസാരിച്ച ഭാഷ ഏതായിരിക്കാം? ആ സ്ഥലങ്ങളിലെ ഭാഷ അതല്ലേ പറ്റുള്ളൂ. കാരണം തനിക്ക് ലഭിച്ച അന്യഭാഷ വരത്തിലൂടെ അദ്ദേഹം ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയോ അവിടെയൊക്കെ എന്ത് ചെയ്തു? ഈ വരത്തിലൂടെയാണ് ദൈവവചനം സംസാരിച്ചത്. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെല്ലാവരിലും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ദൈവത്തെ എന്ത് ചെയ്തു? സ്തുതിക്കുന്നു. അടുത്ത വാക്യം നോക്കി, 19 വാക്യം. സഭയിൽ 10,000 വാക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാൻ ഞാൻ. അപ്പൊ പൗലോസ് പറയുന്ന വാക്ക് അതൊന്ന് ശ്രദ്ധിക്കണേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. എല്ലാ വാക്കും അണ്ടർലൈൻ ചെയ്യണം. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെല്ലാവരിലും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 19 വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും സഭയിൽ അതുകൊണ്ട് 19 ഞാൻ വായിക്കാം. അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ എന്ത് ചെയ്തു? ഇതിനകത്ത് 10,000 5 ഏതാ ഏറ്റവും വലുത്? അപ്പൊ 10,000 ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന്. അപ്പൊ ഒരു സഭയിലെ ഒരാൾ എഴുന്നേറ്റ് 10,000 വാക്ക് അന്യഭാഷ പറയുന്നു. പൗലോസ് പറയുന്ന ഒരാൾ 10,000 വാക്ക് അന്യഭാഷ പറയുന്നു. ഒരാൾ 5 വാക്ക് എന്ത് ചെയ്യാ? മറ്റുള്ളവർക്ക് അനുഗ്രഹമായ നിലയിൽ, പഠിപ്പിക്കുന്ന നിലയിൽ, പ്രബോധനം നൽകുന്ന നിലയിൽ ഒരാൾ പറയുന്നു. ഇതിലേതാ വലുത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്യഭാഷ വലിയ വരമാണെന്ന് പറയുന്നു. ആ പൗലോസ് പറയുകയാണ് 5 വാക്ക്. ശരി. ഇനി
മറ്റൊന്ന്, അന്യഭാഷ മറ്റെല്ലാ വരങ്ങളെക്കാളും വലിയ വരമല്ല. മറ്റു വരങ്ങളെ അപേക്ഷിച്ച് പറയുമ്പോൾ അന്യഭാഷയേക്കാൾ വലിയ വരം. ഈ 14-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഇവിടെ 2 വരമാണ് പറയുന്നത് പ്രധാനമായി. ഇതിലേത് വരമാണ്? ഏതൊക്കെയാണ് 2 വരങ്ങളെ? ഒന്ന് പ്രവചനവരം, മറ്റൊന്ന് അന്യഭാഷ വരം. ഇതിലേറ്റവും പ്രയോജനമുള്ള വരം ഏതെന്നാണ്? പ്രവചനവരമാണ്. കാരണം അതുകൊണ്ട് പ്രയോജനമുണ്ട്. എന്താ കാരണം? മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ പ്രവചനവരത്തിലൂടെ മറ്റുള്ളവർക്ക് ആത്മീയ വർദ്ധന വരുന്നു. അവിടെ പാപത്തെ എന്ത് ചെയ്യുക? കാരണം അവിടെ പൗലോസ് പറയുന്നത് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് എന്ത് ചെയ്യും? അവിശ്വാസി പറയും. ഈ അന്യഭാഷ പറഞ്ഞാലോ? അപ്പൊ പൗലോസ് പറയുന്ന വാക്കിതാണ്. പൗലോസ് ഒരിക്കലും അന്യഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയില്ല, നിരുത്സാഹപ്പെടുത്തുക. അത് തന്നെ ഇതിന് ഓർഡർ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വിട്ടുപോയത് ആ ഭാഗം. 2 പേരോ ഏറിയാൽ 3 പേരോ. പിന്നെ അവർ ഓരോരുത്തരും സംസാരിക്കും. ഒരാളിപ്പോൾ ഇവർക്ക് 3 പേർക്ക് അന്യഭാഷക്കുള്ള വരമുണ്ട്. 2 പേരാണ്. പക്ഷേ വേറൊരാളുടെ ഒരു ഭാഷക്കാരൻ വന്നു അദ്ദേഹത്തിനോട് സംസാരിക്കണമെങ്കിൽ, അദ്ദേഹത്തിന് ഈ ശുശ്രൂഷയിൽ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ എന്ത് ചെയ്യണം? സംസാരിക്കണം. അപ്പോൾ അങ്ങനെ ഈ 3 പേർ അന്യഭാഷ പറയുമ്പോൾ ഇവർ 3 പേരോട് ഒരുമിച്ച് സംസാരിക്കുകയല്ല. ഇന്ന് കേൾക്കുന്ന പോലെ ആദ്യം ബ്രദർ എന്ത് ചെയ്യും? 10-ാമത്തെ ബ്രദർ എന്ത് ചെയ്യും? അന്യഭാഷയിൽ സംസാരിക്കും. പിന്നെ അതിന് പുറകിലിരിക്കുന്ന ഇവർ 3 പേരും എന്ത് ചെയ്യണം? വ്യാഖ്യാനപരമുള്ള ആളാണ്. ഈ 10-ാമത്തെ സഹോദരൻ പറയുന്ന അന്യഭാഷ ആര് വ്യാഖ്യാനിക്കും? ബ്രദർ വ്യാഖ്യാനിക്കും. അത് കഴിയുമ്പം ഈ 2-ാമത്തെ അന്യഭാഷാപരമുള്ള ഈ സഹോദരൻ സംസാരിക്കും. പുറകിലിരിക്കുന്ന ബ്രദർ എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. അതിനുശേഷം 3-ാമത് ഈ ബ്രദർ പറയും. പിന്നെ അടുത്ത ആളെന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. ഇതാ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഓർഡർ. എന്നിട്ട് പറയുക, വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതെ തന്നോടും ദൈവത്തോടും എന്ത് ചെയ്യുക? ലോകത്തിലെവിടെയെങ്കിലും നിങ്ങൾ ധാരാളം ഈ കാലഘട്ടങ്ങളിൽ ഈ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷകൾ കാണുന്നുണ്ട്. ഒരൊറ്റ ആളുടെയെങ്കിലും മീറ്റിങ്ങുകളിൽ ഈ ഒരു വ്യാഖ്യാനം ഉണ്ടോ? 2. ഒരൊറ്റ സ്ഥലത്തെങ്കിലും ഇതുപോലെയുള്ള ഓർഡറിലാണോ ഇത് പറയുന്നത്? പൗലോസ് പറയുന്നുണ്ട് എല്ലാം ചന്തു എന്നാൽ ഡിസോർഡറാണ് എല്ലാവരും. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. ഇവിടെ എല്ലാം പറയുന്ന പ്രയോഗം ശ്രദ്ധിച്ചാൽ അവൻ അന്യഭാഷ പറയേണ്ടത് ആരാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ സ്ഥലത്ത് പോലും 14-ാം അധ്യായം വായിക്കുമ്പോൾ ഒരൊറ്റ സ്ഥലത്ത് പോലും സ്ത്രീകൾ സംസാരിക്കുക എന്ന ആശയം വരുന്ന ഒരൊറ്റ ഭാഗത്ത് പോലും കാണാൻ പറ്റില്ല. സംസാരിക്കുന്നവൻ എന്ന പ്രയോഗം മാത്രമേ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. അന്യഭാഷ മറ്റു വരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ വരമല്ല എന്നതിന്റെ മറ്റൊരു തെളിവ് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 28 മുതൽ 31 വാക്യം നോക്കിയേ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആ ഓർഡർ നോക്കണേ. 12-ന്റെ 28 മുതൽ. ദൈവം സഭയിൽ 1-ാമത് അന്യഭാഷക്കാരനല്ല, അപ്പോസ്തലൻ. പിന്നെ 2-ാമത് പ്രവാചകന്മാർ. ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം, ഇതെല്ലാം. അപ്പൊ ഞാനിക്കോട്ടെ, 1, 2, 3 തുടങ്ങി. 1-ാമത് ആരാ? അപ്പോസ്തലന്മാർ. 2-ാമത് പ്രവാചകന്മാർ. 3-ാമത് ഒരു കാര്യം. ഈ 3 കാര്യങ്ങളും അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്. കാരണം ഉപദേശിക്കുക. അവിടെ ആ വരത്തിന്റെ സ്ഥാനം കഴിഞ്ഞ ശേഷമാണ് പിന്നീട് എന്ത് വരുന്നത്? അന്യഭാഷ. ഇനി 4-ാം അധ്യായം, എഫേസ്യരുടെ 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് സഭയ്ക്ക് ദാനങ്ങളെ കൊടുക്കുന്നു, വരങ്ങളെ നൽകുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ ഉപദേഷ്ടന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടന്മാരും അവിടെ എന്നും. അതുപോലെ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ കൃപാവരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്നും എന്ത് പറയുന്നില്ല?
പൗലോസ് എത്രയോ സഭകൾ സ്ഥാപിച്ചു. ഫിലിപ്പി സഭ, എഫെസോസിലെ സഭ, പിന്നെ ബെരോവയിലെ സഭ, പിന്നെ ഏതൊക്കെയാ പറഞ്ഞേ, കൊലോസിയിലെ സഭ, ഇങ്ങനെ പല സഭകൾ സ്ഥാപിച്ചു. ബൈബിളിൽ കാണുന്ന ഒരൊറ്റ സഭയിൽ മാത്രമേ എന്ത് കാണുന്നുള്ളൂ? അന്യഭാഷ കാണും. ഒരൊറ്റ സഭയിൽ അന്യഭാഷകൾ. ഇത് ഇത്ര വലിയ വരമായിരുന്നുവെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും? മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. പ്രവചനപരം വാഞ്ചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രവചനപരം വാഞ്ചിക്കാം. പക്ഷേ ദൈവവചനത്തിൽ പൗലോസ് ഏറ്റവും പ്രാധാന്യം ഈ അന്യഭാഷയേക്കാൾ ഏറ്റവും അധികം പ്രയോജനമുള്ള വരവും വാഞ്ചിക്കണം, അതിനുള്ള നിർദ്ദേശം കൊടുത്തത് ഈ പ്രവചനത്തെ കുറിച്ച്. പക്ഷെ ഈ പ്രവചനപരം എന്ത് ചെയ്തില്ല? ആർക്കും രോഗശാന്തി വരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആൾക്കാർക്ക് വേണ്ട. അവർക്ക് വേണ്ട വരം ഏതാ? എന്താ കാരണം അറിയാവോ? പറയാവോ? കണ്ടുപിടി, വ്യാജം തിരിച്ചറിയും. ഇപ്പൊ ഞാൻ രോഗശാന്തി വരമുള്ള ആളാണെങ്കിൽ ഞാൻ രോഗശാന്തി പിന്നെ സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സൗഖ്യം ഉണ്ടായോ ഉണ്ടായില്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഞാൻ പ്രവചിച്ചാൽ ആ പ്രവചനം നടന്നില്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ചാണ് കല്ലെറിഞ്ഞാൽ കൊല്ലം. പക്ഷെ ഇതാവുമ്പോൾ ആരും, ഇത് ദൂതന്റെ ഭാഷയാണ്, ഇതാരും അറിയാത്ത ഭാഷയാണ്, ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്, പ്രാർത്ഥനാ ഭാഷയാണ്. ഇത് നല്ല സഹോദരന്മാരാണ്. ഇവർ കർത്താവിനെ ആശ്രയിക്കുന്നവരാണ്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ്. സുവിശേഷത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം ഈ സഹോദരങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അതിൻ്റെ കാരണം ദൈവവചനം സമൃദ്ധിയായ നിലയിൽ പഠിക്കാനുള്ള സംവിധാനം എന്തില്ല, അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോസ്തലന്മാർക്ക് അല്ല ഈ കൊരിന്ത്യൻ സഭയിലുള്ളത് പൗലോസ് പറയുന്നത് കൊരിന്ത്യൻ സഭയിലെ വിശ്വാസമുള്ള ബന്ധത്തിൽ അവർ വിശ്വാസം വേണ്ട. കർത്താവ് വന്നതിന് ശേഷമല്ല, ഇന്നും വേണ്ട, അത് മുമ്പ് നിന്ന് പോയി. ഓക്കെ, ഞാൻ ഇത് പൂർണ്ണമല്ല, ഈ പഠനം പൂർണ്ണമല്ല. കാരണം അതുപോലെ സമയമെടുത്ത് വിശദീകരിച്ച് എടുക്കേണ്ടതാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ വചനം പഠിക്കണം. പക്ഷെ ഒരു കാര്യം പഠിപ്പിക്കാം, നമ്മളെല്ലാവരും സ്നേഹിക്കണം, ആദരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, അവരെ ആരെയും എന്ത് ചെയ്യരുത്, ഇൻസൾട്ട് ചെയ്യരുത്. പൗലോസ് പറയുന്നുണ്ട് സത്യം എങ്ങനെ സംസാരിക്കും, സ്നേഹത്തിൽ എന്ത് ചെയ്യണം, സത്യം. ഓക്കെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥന ഓർക്കുക.